ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ഉമാജ്യോതിയെ ക്ഷണിക്കുന്നു. സ്നേഹത്തോടെ ആദരവോടെ നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ആറ്റുകാൽ ഓമനക്കുട്ടൻ, ഉദ്ഘാടകൻ സ്വാമി അശ്വതി തിരുനാൾ, ശ്രീ ദീപു കരുണാകരൻ, മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, പി ഗോവിന്ദപിള്ള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാര ദാന ചടങ്ങിലേക്ക് എല്ലാവർക്കും ഈ ഫൗണ്ടേഷൻ്റെ പേരിൽ ആദ്യം തന്നെ സ്വാഗതം ആശംസിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് ഈ കുടുംബത്തിലെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഈ കുടുംബത്തിലെ എല്ലാവരെയും പ്രതിനിധീകരിച്ച്, പി ഗോവിന്ദപിള്ളയുടെ കുടുംബത്തിലെ എല്ലാവരെയും പ്രതിനിധീകരിച്ച് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുവാനായി നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷവും അതിലേറെ അഭിമാനവും നന്ദിയും ഒക്കെയുണ്ട്. ഇത് സാധാരണ പി ഗോവിന്ദപിള്ള ഫൗണ്ടേഷൻ ഒരുക്കുന്ന ചടങ്ങ് എന്ന് പറയുമ്പോൾ അതൊരു കുടുംബയോഗത്തിനപ്പുറമാണ്. എന്നുവെച്ചാൽ സാമൂഹിക പ്രതിബദ്ധതയും ഒപ്പം സാംസ്കാരിക ദിശാബോധവും ഒക്കെ ചേരുംപടി ചേർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് പി ഗോവിന്ദപിള്ള ഫൗണ്ടേഷൻ. ഇവിടെ ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടത് ഇവിടെ ഒരുപാട് സാഹിത്യകാരന്മാരുടെ ചിത്രങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അതിനോടൊപ്പം മനസ്സിലേക്ക് ചേർത്ത് പിടിച്ച് നമിക്കുന്നത് അദൃശ്യ സാന്നിധ്യമായ ശ്രീ പി ഗോവിന്ദപിള്ളയെ തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു എഴുത്തുകാരൻ്റെ ചിന്തയോ അല്ലെങ്കിൽ സ്വപ്നങ്ങളോ ആശയങ്ങളോ ഒക്കെ കടലാസിലേക്ക് പകർന്നു കഴിഞ്ഞാൽ പിന്നീട് അത് വായനക്കാരിലേക്ക് എത്തണമെങ്കിൽ ഒരു പ്രസാധകൻ ആവശ്യമാണ്. ഈ ഒരു കർമ്മം ഒട്ടും എളുപ്പമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ ധൈര്യത്തോടു കൂടി എന്ന് തന്നെ പറയണം അതിലേക്ക് ഇറങ്ങിത്തിരിച്ച ശ്രീ പി ഗോവിന്ദപിള്ള. അതായത് അതിലേക്ക് മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ വഴി തുറന്ന അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്നുള്ളതല്ല, സ്വന്തമായി ഈ അക്ഷരമുറ്റത്ത് മുദ്രകൾ പതിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തെ ആദരവോടെ ആദ്യം തന്നെ സ്മരിക്കുകയാണ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ളവരെ നമ്മൾ അധികം അറിയാറില്ല. പ്രമുഖരായ പ്രസാധകർ പലരുമുണ്ടെങ്കിലും അറിയാറില്ല. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ എല്ലാവരിലേക്കും എത്തിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അത് വളരെ മനോഹരമായി അല്ലെങ്കിൽ ചെയ്യേണ്ട രീതിയിൽ തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്ന ശ്രീ ശംഭുവിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ ആറ്റുകാൽ ഓമനക്കുട്ടനെയും അതേപോലെ മറ്റു കുടുംബാംഗങ്ങളെയും നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. ഇവിടെ ഒരുപാട് കുടുംബാംഗങ്ങളും ഉണ്ട്. ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ച തന്നെയാണ്. ആ ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ച ഇങ്ങനെ തന്നെ ഭംഗിയായി മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി സ്വാഗതം ആവശ്യമില്ലെങ്കിൽ കൂടിയും ആശംസിക്കേണ്ടത് ബഹുമാനപ്പെട്ട അധ്യക്ഷനാണ്. ഇതിൻ്റെ എല്ലാമായ അമരക്കാരനായ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ആറ്റുകാൽ ഓമനക്കുട്ടന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മൾ കാര്യപരിപാടി നോക്കുകയാണെങ്കിൽ മുൻ മന്ത്രി ശ്രീ എം വിജയകുമാറാണ് ഉദ്ഘാടകൻ. പക്ഷേ അദ്ദേഹത്തിന് എത്തുവാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ഉദ്ഘാടകൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏകലവ്യ ആശ്രമത്തിൻ്റെ സ്ഥാപകനും വാഗ്മിയും എഴുത്തുകാരനും ചിന്തകനും ഒക്കെയായ സ്വാമി അശ്വതി തിരുനാളിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിശിഷ്ട സാന്നിധ്യം ഏറെ പ്രശസ്തനായ സിനിമാ സംവിധായകൻ ശ്രീ ദീപു കരുണാകരനാണ്. ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും ശ്രീ ദീപു കരുണാകരനെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടുത്തെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ പല മത്സരങ്ങളിലും പങ്കെടുത്തവർക്കുള്ള പുരസ്കാരദാനം തന്നെയാണ്. ആ വിജയികളെയൊക്കെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യമാണ്.
അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ജൂറി ചെയർമാൻ JK പറശ്ശിനിയുടെ നേതൃത്വത്തിൽ, പ്രമുഖ നിരൂപകൻ ശ്രീ പറശ്ശിനിയുടെ നേതൃത്വത്തിൽ അത് നടന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കിവിടെ പുരസ്കാരങ്ങൾ ലഭിച്ച പലരും ഉണ്ട്. പ്രമുഖ നോവലിസ്റ്റ് ശ്രീമതി ഗിരിജ സേതുനാഥ്, അതുപോലെ തന്നെ തെന്നൂർ രാമചന്ദ്രൻ സാർ, ശ്രീ അനിൽകുമാർ SD, ശ്രീ മാറനല്ലൂർ സുധി, സ്കൂൾ തലത്തിൽ കവിതാ മത്സരത്തിൽ സമ്മാനം നേടിയ കുമാരി അഭിരാമി, കോളേജ് തലത്തിൽ സമ്മാനം ലഭിച്ച കുമാരി ഭവ്യ എന്നിവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഫൗണ്ടേഷൻ്റെ പേരിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രഭാഷണത്തിനായും ഒരുപക്ഷെ ആശംസാ പ്രസംഗത്തിനായും ഒക്കെ ഉള്ളത് ശ്രീ B ഗോപകുമാർ. അദ്ദേഹം ലോക്കൽ ഫണ്ട് ഓഡിറ്റിൻ്റെ മുൻ ജോയിൻറ്റ് ഡയറക്ടറാണ്. കേരള അദ്ദേഹം എത്തിയിട്ടില്ല, അതായത് മുഹമ്മദ് ഷംസീർ സാർ എത്തിയിട്ടില്ല. നാദം കേരളയുടെ ചെയർമാൻ ശ്രീ G വിജയകുമാർ, പ്രമുഖ പിന്നണി ഗായകൻ പട്ടം സനിത്, ശ്രീ മോഹൻ ഉത്രാടം തുടങ്ങി പ്രഭാഷണത്തിനായി സന്നിഹിതരായിട്ടുള്ള എല്ലാവരെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചടങ്ങിൽ കൃതജ്ഞത ആശംസിക്കുന്നത് ശ്രീ ശംഭു ഗോവിന്ദ് OS ആണ്. ഒരു സ്വാഗതം ആശംസിച്ചാൽ തീർച്ചയായും അത് ശരിയല്ല, കാരണം ഇതെല്ലാം നടത്തുന്നത് ശംഭുവാണ്. പ്രിയപ്പെട്ട ശംഭു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ കുടുംബാംഗങ്ങളോടൊക്കെ സംസാരിച്ചപ്പോൾ ഇത് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമുണ്ടായിരുന്നില്ല. കാരണം അത്രമാത്രം ആത്മാർത്ഥതയോടെ എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ ലോഗോ പ്രകാശനം തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരുക്കിയെടുക്കാൻ സാധിക്കുന്നത് ശംഭുവിൻ്റെ ആത്മാർത്ഥത കൊണ്ടാണ്. ശംഭുവിന് ഒരു സ്വാഗതം ആശംസിക്കേണ്ട ആവശ്യമില്ലെങ്കിലും കുടുംബാംഗങ്ങളുടെ എല്ലാം നന്ദി ആണ് ഞാൻ ശംഭുവിനെ അറിയിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നവരാരും മുൻനിരയിൽ ഇരിക്കാറില്ല. ശംഭുവിന് സ്നേഹവും നന്ദിയും. ഇന്നത്തെ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത, P ഗോവിന്ദപിള്ള ഫൗണ്ടേഷൻ്റെ പുരസ്കാരദാനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും കഴിഞ്ഞ തവണ ചെയ്തത് കുടുംബാംഗമായ ഞങ്ങളുടെ എല്ലാം മുത്തശ്ശിയായ ശ്രീമതി രാധ അവർകളെ ആദരിച്ചുകൊണ്ടാണ്. ഇന്നും ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി കുടുംബാംഗമായ ശ്രീമതി അന്നപൂർണേശ്വരി അമ്മ എത്തിയിട്ടുണ്ട്. അമ്മയെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം ഒരുപക്ഷെ 2 വാക്ക് ഒന്ന് പറയണം. ഇങ്ങനെ ഒരാളെ ആദരിക്കുമ്പോൾ ആ കുടുംബാംഗമായ അമ്മയുടെ അമ്മ, അതായത് ഞങ്ങളുടെ അമ്മുമ്മ വരദായിനി അമ്മ എന്ന് പറയുന്ന ആ അമ്മയും കൂടെ ഞങ്ങൾ മനസ്സുകൊണ്ട് ആദരിക്കുകയാണ്. അപ്പോൾ അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം കുറേ വർഷങ്ങൾക്ക് മുന്നേ, അത് പുസ്തകക്കട എന്നാണ് ഞാൻ പറഞ്ഞത്, ശ്രീ P ഗോവിന്ദപിള്ള അവരുടെ മകളാണ് ശ്രീമതി വരദായിനി അമ്മ. അപ്പോൾ ശ്രീമതി വരദായിനി അമ്മ വളരെ ചെറുപ്പത്തിലെ വിധവയായ ഒരു സ്ത്രീയാണ്, ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ വരദായിനി അമ്മയുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും ഒരുപക്ഷെ ഈ കുടുംബത്തിൽ ആദ്യമായിട്ട് ഒരു സർക്കാർ ജോലി കിട്ടിയത് ശ്രീമതി അന്നപൂർണേശ്വരി അമ്മയ്ക്കാണ്. അപ്പോൾ അന്നപൂർണേശ്വരി അമ്മയെ അങ്ങനെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ ശ്രീ P ഗോവിന്ദപിള്ള വഹിച്ച പങ്ക് ഒരു കുടുംബാംഗം എന്നുള്ള നിലയിൽ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെയാണ് ശ്രീമതി വരദായിനി അമ്മയുടെയും. കാരണം ആരും പതറിപ്പോകാമായിരുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ ഇന്ന് ആ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആദരവ് ഏറ്റുവാങ്ങുന്നത് ശ്രീമതി വരദായിനി അമ്മ ആയിരിക്കണം. അത് ഒരുപക്ഷെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അദൃശ്യ സാന്നിധ്യമായി ശ്രീമതി വരദായിനി അമ്മ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയും അമ്മയുടെ പ്രിയപ്പെട്ട മകൾ വ്യവസായ വകുപ്പിൽ ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജറായി റിട്ടയർ ചെയ്ത ശ്രീമതി അന്നപൂർണേശ്വരി അമ്മയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ ഒരു ചടങ്ങ് ഇങ്ങനെ സംഘടിപ്പിക്കണമെങ്കിൽ ഒരുപാട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പാർട്ട്നേഴ്സ് ആവശ്യമാണ്. അപ്പോൾ തീർത്തും സഹകരിച്ചുകൊണ്ട് അങ്ങനെ ഇതിനെ വിജയിപ്പിക്കുവാനായി ഒത്തുനിന്ന എല്ലാ പാർട്ട്നേഴ്സിനെയും അവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ നന്ദിയോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഫൗണ്ടേഷനിലെ എല്ലാ അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും
പുരസ്കാരം ഏറ്റുവാങ്ങാനായി എത്തിയവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ടും പി ഗോവിന്ദപിള്ള ഫൗണ്ടേഷന് മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാമി അച്യുതനാളിൻ്റെ വചസ്സുകൾ ശ്രവിക്കുക. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യരായ സാഹിത്യ പ്രേമികളെ, ചില ജന്മങ്ങൾ ഇങ്ങനെയാണ്. അവർ വളരെയധികം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ചില സൗധങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ അത് വളരെ വളരെ അത്യാവശ്യമായ ഒന്നായിരിക്കും. പക്ഷേ അതിൻ്റെ ശില്പി പലപ്പോഴും ഇരുളിൽ മറഞ്ഞിരിക്കും. നമ്മളെല്ലാം ഷാജഹാനെയാണ് താജ്മഹലിൻ്റെ ശില്പി എന്ന് പറയും. അതിലൊരു ചെറിയ ഉളി കൊണ്ടുള്ള ഒരു ജോലി പോലും ഒരു പക്ഷേ ഷാജഹാൻ ചെയ്തു കാണില്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശില്പിയുടെ കൈവെട്ടി എന്നൊരു കഥ തന്നെയുണ്ട്. നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻസ് കൊടുത്തിരുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം, തിരുവിതാംകൂർ. ആ തിരുവിതാംകൂറിലെ സാഹിത്യത്തിൻ്റെ വളർച്ചയുടെ പിന്നിൽ നിശബ്ദനായി നിന്ന മനുഷ്യനാണ് ശ്രീ പി ഗോവിന്ദപിള്ള എന്ന് പറയുന്നത്. ഞാൻ വന്നപ്പോഴാണ് അറിഞ്ഞ് ഞാനും അദ്ദേഹവും തമ്മിലൊരു ബന്ധമുണ്ടെന്ന്. വളരെ സന്തോഷം. ഒരു കാലം നിങ്ങളൊന്ന് മനസ്സിന് ഒന്ന് പിന്നിലോട്ടൊന്ന് ഒരു ഫ്ലാഷ് ബാക്കിൽ പോയി നോക്കൂ. അന്ന് ഈ ഗ്രന്ഥശാലകൾ എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. സാഹിത്യകാരന്മാർക്കാകട്ടെ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഉന്നതിയും കിട്ടുകയില്ല. വലിയ തറവാടുകളിലെ ആളുകൾ അവരുടെ ഒരു വിനോദം പോലെ സാഹിത്യത്തെ കൈകാര്യം ചെയ്യുന്നൊരു കാലമാണ്. പ്രത്യേകിച്ച് കവിതകളൊക്കെ ഹൃദയത്തിൻ്റെ വിശുദ്ധ വികാരങ്ങളുടെ അനർഗളമായ നിർഗളനമാണ് കവിത എന്നൊക്കെ വേർഡ്സ്വർത്ത് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ് ഒക്കെ അതിനെ പറയുന്നു. അല്ലെങ്കിൽ റീകളക്ഷൻസ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്ന് പറയുന്നു. ഈ റീകളക്ഷൻസ് ഇൻ ട്രാങ്ക്വിലിറ്റി ഉള്ളിലുള്ളപ്പോഴും അതൊരു പുസ്തകമായി വരാനുള്ള സാഹചര്യം അന്ന് വളരെ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരാളൊരു ബുക്ക് ഡിപ്പോ തുടങ്ങുന്നു. അദ്ദേഹത്തിന് ഒരൊറ്റ കാര്യത്തിലാണ് വാശി, ഏറ്റവും അധികം സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങൾ പുറത്തുകൊണ്ടുവരണം. അതായത് മലയാള സാഹിത്യത്തിൻ്റെ എന്തൊക്കെയാണ് ഈ മലയാള സാഹിത്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ളത് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്ന പുസ്തകങ്ങൾ. തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് അത് വെച്ച് സമ്പാദിക്കാനൊന്നും പറ്റില്ല. ഇന്ന് പോലും പ്രസിദ്ധീകരണ രംഗത്ത് എഴുത്തുകാർക്കും കവികൾക്കൊന്നും ഒരിക്കലും വലിയ പണമൊന്നും ലഭിക്കാൻ പോകുന്നില്ല. ഒരുപക്ഷെ സിനിമയിൽ തിരക്കഥ എഴുതിയ MT വാസുദേവനെ പോലെ കുറച്ച് ആളുകൾക്ക് പണമുണ്ടായി എന്നല്ലാതെ ബാക്കിയൊക്കെ കയ്യിൽ പണമുണ്ടെങ്കിൽ മാത്രം രംഗത്ത് എത്തിയാൽ മതി എന്ന് പറയുന്നൊരു സ്ഥലമാണ് ഇന്നും. എൻ്റെ ഒരു നോവലുണ്ട് വിജനവീഥി എന്ന് പറഞ്ഞിട്ട്. അത് വളരെ നന്നായി വിൽക്കപ്പെടുന്നൊരു പുസ്തകമാണ്. എനിക്ക് എത്ര രൂപ അതിൽ നിന്ന് കിട്ടിയെന്ന് എന്നോട് ചോദിച്ചാൽ ഞാനത് വെളി പറയില്ല, അത്ര മോശം. അക്കാലത്താണെങ്കിൽ അത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ചങ്ങമ്പുഴയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ചങ്ങമ്പുഴ പോലെ ഒരു പ്രതിഭാധനനായ ഒരു വ്യക്തി ഒരുപക്ഷെ മലയാള സാഹിത്യ രംഗത്ത് വളരെ വിരളമായിരിക്കും. എഴുത്തച്ഛനോടും കുഞ്ചൻ നമ്പ്യാരോടും ഒക്കെ കുമാരനാശനോടൊക്കെ നിൽക്കാൻ കഴിയുന്നുള്ളൊരു ആളാണ് ചങ്ങമ്പുഴ. അദ്ദേഹം കവിതകൾ എഴുതി ആ കവിതകൾ കല്ലച്ച് വെച്ച് പ്രിൻ്റ് ചെയ്ത് അതിൻ്റെ പ്രൂഫ് തിരുത്തി അതിനെ പുസ്തകങ്ങളാക്കി ആ പുസ്തകങ്ങൾ കോളേജുകളിൽ പോയി വിറ്റ് അതിൽ കിട്ടുന്ന കാശ് കൊണ്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. അത്ര ബുദ്ധിമുട്ടാണ് പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. അത്ഭുതത്തോടെ പ്രസ്സിൽ നോക്കി നിൽക്കുന്ന ആളുകളാണ്. ഒരു പ്രസ് ഉണ്ടെങ്കിൽ അതിലെന്താ നടക്കുന്നതെന്ന് വളരെ അത്ഭുതത്തോടെ ആൾ നോക്കി നിൽക്കും. ആ ഒരു കാലഘട്ടത്തിൽ VV ബുക്സ്, അത് ആ പേര് കേട്ട എല്ലാവർക്കും അറിയാം. വിലാസിനി എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ, അല്ലേ? വിലാസിനി വിദ്യ. ആ ഒരു പുസ്തകം കട ചാലയിൽ തുടങ്ങുന്നു. അപ്പോൾ അദ്ദേഹം പുസ്തകക്കട ഗോവിന്ദപിള്ളയായിരുന്നു.
അക്കാലത്ത്. നമ്മുടെ പുളിമൂട്ടിലെ ഭാസ്കരൻ നായരൊക്കെ ഉണ്ടല്ലോ, അത്ര പോലെ ഉള്ളൂ. പക്ഷേ പുളിമൂട്ട് ഭാസ്കരൻ നായർ എപ്പോഴും വിൽപ്പനക്കാരൻ മാത്രമായിരുന്നു. പിന്നീട് മലയാള സാഹിത്യത്തിലെ കവികളുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം, അദ്ദേഹത്തെ കാണാൻ വരുന്ന പല കവികളും സാഹിത്യകാരന്മാരും, ഇവിടെ മംഗളോദയം ബുക്ക് എന്ന് പറഞ്ഞിട്ടും അതുപോലെ റെഡ്ഡിയാർ സൺസിൻ്റെ അങ്ങനെയുള്ള കുറച്ച് പേര് മാത്രമേ രംഗത്തുള്ളൂ. ആ കടയിൽ നിന്ന് പബ്ലിക്കേഷൻ രംഗത്തിലേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹം പണം വാരുന്ന പുസ്തകങ്ങളിലേക്ക് പോയില്ല, മറിച്ച് ലൈബ്രറിയുടെ ഇരുട്ട അറകളിൽ എല്ലാ കാലവും മയങ്ങുവാൻ വിധിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം പുറത്തുകൊണ്ടുവരുന്നത്. അവിടെയാണ് ശ്രീ പി ഗോവിന്ദപിള്ളയുടെ ഏറ്റവും വലിയ ത്യാഗം കിടക്കുന്നത്. അദ്ദേഹം കേരള സാഹിത്യ ചരിത്രത്തെക്കുറിച്ച് അതാണ് പബ്ലിഷ് ചെയ്തത്. ഉള്ളൂരും നമ്മുടെ ശൂർനാട് കുഞ്ഞമ്പിള്ള സാറും ഒക്കെ വളരെ ശ്രമിച്ചിട്ടാണ് ആ ഒരു ഇത് ഉണ്ടാക്കിയത്. അന്ന് ടി കെ വേലുപ്പിള്ള എന്ന് പറയുന്ന അദ്ദേഹമാണ് സ്റ്റേറ്റ് മാനുവലൊക്കെ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ശൂർനാട് കുഞ്ഞമ്പിള്ള. അതിൻ്റെ അസിസ്റ്റൻ്റ് എഡിറ്റർ കൂടിയാണ്. അദ്ദേഹമൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ സാഹിത്യ ചരിത്രം ഉണ്ടാക്കിയത്. ഇന്നത്തെ പോലെ എളുപ്പമല്ല. ഇന്ന് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാം. പി ഗോവിന്ദപിള്ള എന്ന് പറഞ്ഞ് നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഇവിടുത്തെ രാഷ്ട്രീയത്തിലുള്ള ഗോവിന്ദപിള്ള സാറിനെ മാത്രമേ കിട്ടുള്ളൂ. അപ്പം അത്തരത്തിൽ പ്രസിദ്ധിയും വളരെ കുറവ്, ധനവും വളരെ കുറവ്, വിൽപ്പന ചെയ്താൽ പൈസ തിരിച്ചു കിട്ടില്ല, അങ്ങനെയുള്ള ഒരവസരത്തിൽ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് കയ്യിലുള്ള ധനം മുഴുവൻ ഉപയോഗിച്ച് സാഹിത്യത്തിന് വേണ്ടി മാത്രം അദ്ദേഹം നിർമ്മിച്ച താജ്മഹലാണത്. എന്താണ് ആ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം? അതാണ് ഭാരത സാഹിത്യ അക്കാഡമിയുടെ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാഡമിയുടെ അവാർഡ് വാങ്ങിച്ച ആദ്യത്തെ പുസ്തകം. ഇന്ന് നമുക്കതിൻ്റെ വില അറിയാം. സാഹിത്യ അക്കാഡമിയുടെ പുസ്തകങ്ങൾക്ക് എന്തുമാത്രം അതിലൊരു അവാർഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കളിയില്ല. അതോടുകൂടി സാഹിത്യകാരനായിട്ട് മാറി. അവിടെ ഒരു പുസ്തകം ആദ്യമായിട്ട് കേരളത്തിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാഡമി അവാർഡ് കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ കണ്ണീരും വിയർപ്പും എല്ലാം നൽകി വളർത്തിയെടുത്തതാണ് ആ പുസ്തകം. അത് എന്നും മലയാള സാഹിത്യത്തിൽ അങ്ങേറ്റം വിലപ്പെട്ട ഒരു ഗ്രന്ഥമായി തന്നെ നിൽക്കും. പിന്നീട് 250ഓളം പുസ്തകങ്ങൾ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിന് ആ സമയത്ത് വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഇറക്കാമായിരുന്നു. പക്ഷേ ആ ടെക്സ്റ്റ് ബുക്കുകൾ അല്ല പോയത്. സാഹിത്യത്തോടുള്ള പ്രണയം അത് ഇന്ന് വളരെ വളരെ കുറവാണ്. ഞാൻ ഇവിടെ ഇത്രയും നല്ല കവികൾ വന്ന് കവിത വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാലോചിക്കായിരുന്നു, ഒരു കാലത്ത് ക്യാമ്പസുകളിലെല്ലാം കുട്ടികൾ ഒരുമിച്ച് കൂടി നിന്നിട്ട് കവിതകൾ ചൊല്ലുന്നൊരു കാലമുണ്ടായിരുന്നു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കവിതകൾ കേൾക്കാൻ വേണ്ടി കുട്ടികൾ ചുറ്റും കൂടും. അദ്ദേഹം പിന്നീട് മറ്റു കോളേജുകളിൽ ചെന്നിട്ട് ഒരു ബാഗിനകത്ത് അദ്ദേഹം തന്നെ പ്രിൻ്റ് ചെയ്ത രമണനൊക്കെ കൊണ്ടുപോയി അദ്ദേഹം വിൽക്കുമായിരുന്നു. അവിടെ ഒരു ക്യാമ്പസിൽ കവിതകൾ കേൾക്കാൻ ഒരു കൂട്ടമുണ്ടായിരുന്നു. അതാണല്ലോ അദ്ദേഹം ക്ഷയരോഗം വന്നിട്ട് വളരെ വിഷമിക്കുന്നൊരവസ്ഥയിൽ അദ്ദേഹത്തിന് ഇങ്ങനൊരു വിഷമമാണ്, അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ചെറിയൊരു ലേഖനം സൃഷ്ടിച്ചത് ആ കൊച്ചു പോസ്റ്റ് ഓഫീസിൽ. അന്നത്തെ കാലമാണെന്നാൽ 1.5 ലക്ഷം രൂപയാണ് ആളുകൾ അയച്ചു കൊടുത്തത്. എന്നിട്ട് കവി അത് വാങ്ങിക്കാൻ തയ്യാറായില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ അഭിമാനം സമ്മതിച്ചില്ല. അപ്പം ഇത്രയധികം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ആ ഒരു കവിയായിട്ട് പോലും അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് നേടാനൊന്നും കഴിഞ്ഞില്ല. ഒരു ശ്രീദേവി എന്നൊരു ദേവത അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു, ഭാര്യ എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു സമ്പാദ്യം. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ബുക്ക് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെക്കാളൊരു പക്ഷേ വളരെ വളരെ വിഷമമാണ്. അപ്പോൾ ഇന്ന് ഇത്ര കവികൾ ഇവിടെ വന്ന് അവരുടെ കവിതകൾ വായിക്കുന്നു. ഓരോ വ്യത്യസ്തമായ പ്ലോട്ടുകളാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനൊരു അംഗീകാരമുണ്ട്. അല്ലെങ്കിൽ ഇത്രയും കവികൾ ഒരുമിച്ച് വരുമായിരുന്നല്ലോ, അന്ന് ഒട്ടുമേ ഇല്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ പുസ്തകങ്ങൾ കണ്ടശയായിട്ടും ഒക്കെ പബ്ലിഷ് ചെയ്തും അത് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന് വിറ്റും ഒക്കെ അദ്ദേഹം ഒരു വലിയൊരു സേവനം മലയാള സാഹിത്യത്തിന് ചെയ്തിട്ടുണ്ട്. അത് എന്നും ഓർമ്മിക്കപ്പെടേണ്ടതാണ്. പബ്ലിഷിംഗ് രംഗത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചൊരു വലിയ ഗ്രന്ഥമൊന്നും കേരളത്തിൽ ഇന്നുവരെ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരും ഒന്ന് ഇദ്ദേഹത്തിൻ്റെ പേരായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു മഹാൻ്റെ
ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ നിലനിർത്തുന്നതും അദ്ദേഹത്തിൻ്റെ ആരാധകർ നിലനിർത്തുന്നതും ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ്. അതിന് മുൻകൈയെടുത്ത എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ചില നിർബന്ധങ്ങൾക്ക് വഴങ്ങി നമ്മളുടെ നേർവഴിയിൽ നിന്ന് നമ്മൾ കുറച്ച് വ്യതിചലിച്ചു. നമ്മൾ ഇനി വീണ്ടും ശരിയായ ദിശയിലേക്ക് വരികയാണ്. നമ്മുടെ ദീപു കരുണാകരൻ്റെ പ്രസംഗം ഇതുവരെ നമ്മൾ ഓരോ കാരണങ്ങളാൽ താമസിപ്പിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ക്രൈസി ഗോപാലൻ പോലെയുള്ള സിനിമകൾ നമ്മളെല്ലാവരും വളരെയധികം ആസ്വദിച്ചതാണ്. അത് പലർക്കും ഒരു പാഠം കൂടിയാണ്. സിനിമ പഠിക്കുന്നവർക്കെല്ലാം പലതും പഠിക്കാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇങ്ങനൊരു വേദിയിലേക്ക് സാധാരണ പ്രസംഗം പഠിച്ചു പോകുന്ന കുറേ വാക്കുകളാണ്. ഈ വേദി എൻ്റെ നിയോഗമാണ്, ഇതെൻ്റെ ഭാഗ്യമാണ്, നിങ്ങളെല്ലാം കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ള സ്ഥിരം ചില പല്ലവികൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് സാധാരണ വേദികളിൽ പ്രസംഗിക്കാൻ പോകാറുള്ളത്. പക്ഷേ ഈ വേദിയിൽ അത്തരം കള്ളത്തരങ്ങളൊന്നും വിലപ്പോവില്ല എന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി. കാരണം ഞാൻ സിനിമയെക്കുറിച്ച് പലപ്പോഴും കളിയാക്കി എല്ലാവരോടും പറയുന്നത്, അനാവശ്യമായ പ്രശസ്തിയും പോപ്പുലാരിറ്റിയും ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു മേഖലയാണ് സിനിമ. ഒരു എഴുത്തുകാരൻ അയാളുടെ ജീവിതകാലം മുഴുവൻ ആലോചിച്ച് ചിന്തിച്ച അനുഭവങ്ങളിൽ കൂടി പോയി ഉണ്ടാക്കി 6-7 വർഷവും പ്രയത്നിച്ചുണ്ടാക്കുന്ന ഒരു നോവൽ പ്രസിദ്ധീകരിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്നതിനേക്കാളും 1000 മടങ്ങ് അപ്രീസിയേഷനാണ് പെട്ടെന്നൊരു സിനിമ ചെയ്തു കഴിയുമ്പോൾ ഉണ്ടാവാറുള്ളത്. അത് ആ മാധ്യമത്തിൻ്റെ ഒരു ശക്തിയാണ്. നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയുന്നതുകൊണ്ടും ലളിതകലയാണത്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ കൊണ്ടാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ സിനിമകൾ 7 സിനിമകളാണ് ഞാൻ ഇതുവരെ സംവിധാനം ചെയ്തിട്ടുള്ള. ആ 7 സിനിമകളും ഞാൻ തന്നെയാണ് തിരക്കഥ സംഭാഷണം എല്ലാം രചിച്ചതും. അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് ഉണ്ട്. അതായത് ഈ കോംപ്ലക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്കൂൾ കാലഘട്ടത്തിൽ നിന്നാണ്. ഞാൻ ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിച്ച 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു തീരുമാനമെടുത്തത് ഇനി മലയാളം പഠിക്കണ്ടല്ലോ എന്നുള്ളൊരു വലിയ സമാധാനത്തിലായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും പ്രയാസം മലയാളമായിരുന്നു. ആ ദിവസങ്ങളിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പട്ടാളത്തിൽ ജോയിൻ ചെയ്യണം, ഓഫീസറായിട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ കുഞ്ഞിലെ മുതലുള്ള ഒരു ചിന്തയുണ്ട്, ഈ പട്ടാളത്തിൽ പോകുന്നതിന് എന്തിനാ ഈ വൃത്തവും വ്യാകരണവും ഒക്കെ പഠിക്കുന്നത്? എന്തായാലും അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും ചോദിക്കാൻ പോകണില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്ത് 10ാം ക്ലാസ് കഴിയുക, അടുത്ത പരിപാടിയിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു മലയാള ഭാഷയെ എൻ്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന പ്രസക്തി. പക്ഷേ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയോഗം എന്ന് പറഞ്ഞ സംഭവം. കാലങ്ങൾ കുറേ പോയും പട്ടാളത്തിൻ്റെ എന്തു പറയാൻ ചവിട്ടുപടികളിൽ വരെ എത്തിയിട്ട് തിരിച്ച് ഞാൻ വന്നത് സിനിമയിലേക്കാണ്. സിനിമ എന്ന് പറയുമ്പോൾ ആദ്യം വിചാരിച്ചു എളുപ്പമാർഗ്ഗമാണ്, സംവിധാനം ചെയ്യാം. സംവിധായകൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു കഴിഞ്ഞാൽ 3 പടം അസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ സംവിധാനം ചെയ്യാം. അപ്പോൾ തിരക്കഥ എവിടെ നിന്ന് വരുന്നു? കുറേ എഴുത്തുകാരുണ്ടല്ലോ. നമ്മൾ പണ്ട് ശ്രീനിവാസൻ്റെ സിനിമയെ പറഞ്ഞ പോലെ നാടി ചാടുമ്പോൾ ക്യാമറയും കൂടെ ചാടുമെന്നുള്ള അവസ്ഥയിലായിരുന്നു നമ്മുടെ ഒരു പ്രതീക്ഷ. പക്ഷേ നമ്മൾ എന്തിൽ നിന്നാണോ നമ്മുടെ ഒരു നിയോഗത്തിൽ നിന്നും ഒരിക്കലും നമുക്ക് ഒളിച്ചോടാൻ പറ്റത്തില്ല. ആ നിയോഗം എനിക്കുണ്ടെന്ന് വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഭാഷ ആദ്യം മുതൽ പഠിക്കേണ്ടി വന്നു, സാഹിത്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഈ കൊച്ചിലെ പഠിക്കുന്നതും ആവശ്യം വരുന്ന പഠിച്ചതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ശരിക്കും ആവശ്യം വന്ന് സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഭാഷ ഉപയോഗിക്കേണ്ടി വന്നപ്പോൾ അതിനെ വളരെ സീരിയസ് ആയി കാണാൻ കഴിഞ്ഞു. എഴുത്തുകാരുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. പണ്ട് പഠിച്ചിരുന്ന വൃത്തവും വ്യാകരണമൊക്കെ അന്ന് നല്ല മര്യാദയ്ക്ക് പഠിക്കണമെന്നുള്ള മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള സിനിമയിലേക്ക് വന്നതിന് ശേഷം കുറേ ഗുണങ്ങളുണ്ടായി. ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, ഫയർമാൻ എന്ന് പറയുന്ന സിനിമ ഞാൻ തിരക്കഥ മുഴുവൻ എഴുതി ശ്രീ മമ്മൂട്ടിയുടെ കൈ കൊണ്ട് കൊടുത്ത് പുള്ളിക്കാരൻ ഇത് വായിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മൂട്ടി എത്ര ജൂനിയറായ സംവിധായകനെയും സാറ് എന്ന് പറഞ്ഞാണ് അഭിസംബോധന ചെയ്യുന്നത്. ഒരു ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക്. പുള്ളിക്കാരൻ സാറേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്, ഈ എഴുതിയിരിക്കുന്നത് മുഴുവൻ ഒരു പത്രത്തിൻ്റെ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്, ഒരു കഥയുടെ ഒരു ലാംഗ്വേജിലില്ല. ഇത് തന്നെ എഴുതി പഠിച്ച എൻ്റെ പ്രയാസം എനിക്കറിയാം, പിന്നെയാണ് ഇനി മറ്റേ ലാംഗ്വേജിലേക്ക് മാറ്റുക. എനിക്കിതൊരു പിടിയും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പുള്ളിക്കാരനെ കൺവിൻസ് ചെയ്യാനായിട്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്നോടൊരു വാക്ക് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രോഫി ആ വാക്കാണ്.
സാറേ, നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് എനിക്ക് തരുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് വായിച്ചിട്ടുള്ളത് MTയുടെയും ദാമോദര മാസ്റ്ററിൻ്റെയൊക്കെ സ്ക്രിപ്റ്റുകളാണ്. അപ്പോൾ അങ്ങനെ സ്ക്രിപ്റ്റുകളെ ഞാൻ ഇത് ദീപു കരുണാകരൻ എഴുതിയോണ്ട് ഇത്ര മതി എന്ന് ഞാൻ ചിന്തിക്കില്ല. എല്ലാത്തിനും ഈ സിനിമയുടെ വാല്യൂ ഞാൻ കൊടുക്കുന്ന ഒരേ വാല്യൂ ആണ്. അപ്പോൾ ആ നിലയിലേക്ക് താങ്കളുടെ സ്ക്രിപ്റ്റ് എത്തിയേ പറ്റൂ എന്ന് എന്നോട് വാശി പിടിക്കുകയായിരുന്നു. അന്ന് മുതൽ ഞാൻ എൻ്റെ എഴുതുന്ന രീതി മാറ്റി. അതുവരെ ഒരു സീൻ എഴുതുമ്പോൾ ഡയലോഗ്സ് മാത്രമാണ്, ബാക്കിയുടെ സംവിധാനം എൻ്റെ മനസ്സിലുണ്ടല്ലോ പറയാൻ പറയും ഇല്ല. അതിനെ ഒരു നോവൽ പോലെ, ഒരു കഥയെ പോലെ ആർക്കും വായിക്കാമെന്നുള്ള സമയമെടുത്ത് ഒരു സിനിമ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഒളിച്ചോട്ടങ്ങളിൽ നിന്ന് എല്ലാം ചെന്നെത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളെന്താ പറയുന്ന ഒരു ശരിക്കും നമ്മളൊരു പ്രയത്നത്തിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത്. അതാണ് എനിക്ക് ഭാഷയും സാഹിത്യവുമായിട്ടുള്ള ബന്ധമെന്നൊരിക്കൽ കൂടി പറയാം. ഇത് പറഞ്ഞു വരുന്നത്, ഞാൻ കവിയരങ്ങുകളിൽ അധികം പോയിട്ടില്ലാത്ത ആളാണ്. ഞാൻ എൻ്റെ ഭാഷയുമായിട്ടുള്ള പരിചയം നേരത്തെ തന്നെ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് കവിയരങ്ങളിൽ പോയിട്ടില്ല. അപ്പോൾ ഈ കവിയരങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കവിതകൾ കേൾക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ കവിതകൾ എപ്പോഴും വിഷമത്തിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ വിരഹത്തിൽ നിന്നാണ് വരുന്നത്, അനുഭവങ്ങളിൽ നിന്നാണ് വരുന്നത്. നമ്മൾ കോമഡി കവിതകൾ വളരെ കുറേ ഉണ്ടാവാറുള്ളൂ അല്ലേ. നമ്മളെപ്പോഴും നമ്മുടെ വിഷമങ്ങളിൽ നിന്നാണ് കവിതകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പക്ഷേ പൊതുവേദികളിലൊന്നും ചർച്ച ചെയ്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീ MT വാസുദേവൻ നായരുടെ ഒരു ഇൻ്റർവ്യൂ ഒരു ചെറിയൊരു കണം കണ്ടു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കളുടെ കഥകളിൽ എപ്പോഴും വിഷമം അല്ലെങ്കിൽ വേദന ഏറ്റവും കൂടുതൽ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിൽ കണ്ടതിൻ്റെയും അദ്ദേഹം അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിരുന്ന ചോദ്യത്തിന് അദ്ദേഹം ആ ഇൻ്റർവ്യൂ കൂടെ പറഞ്ഞിങ്ങനെയാണ്, ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയതിൻ്റെ സന്തോഷം എനിക്ക് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. പക്ഷേ 7ാം വയസ്സിലുണ്ടായ എൻ്റെ ഒരു നോവ് എൻ്റെ ജീവിതത്തിൽ ഇന്നും എന്നെ പിന്തുടരുകയാണെന്ന്. അതാണ് വേദനയുടെ മഹത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വേദനയ്ക്ക് മാത്രമേ കവിതയ്ക്ക് ജീവൻ നൽകാൻ കൊടുക്കൂ. ഞാൻ ഈ പറഞ്ഞതുപോലെ സാർ നേരത്തെ പറഞ്ഞ പോലെ ക്രേസി ഗോപാലൻ എന്ന് പറഞ്ഞൊരു തമാശ സിനിമകളിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത്. പക്ഷെ പിന്നെ സിനിമയിൽ മനസ്സിലായത്, നമ്മളെ എത്ര തമാശ പറഞ്ഞാലും എത്ര വലിയ പൊട്ടിച്ചിരിക്കുന്ന രംഗങ്ങളുണ്ടായിരുന്നാലും വൈകാരികമായ ഒരു നിമിഷം ആ സിനിമയിലില്ലെങ്കിൽ, ആ ഉടനീളം സിനിമയിലില്ലെങ്കിൽ ആ സിനിമ പരാജയപ്പെടും എന്നുള്ളതാണ്. അവിടെയാണ് തിരിച്ച് നമ്മൾ വരുമ്പോൾ ഈ കവിതയിലേക്കും അല്ലെങ്കിൽ സാഹിത്യത്തിലേക്കും നമ്മൾ ഏതൊരു സിനിമാ മോഹിയും വന്നെത്തേണ്ടതെന്ന് ഞാൻ ഈ പ്രായത്തിൽ മനസ്സിലാക്കിയെടുത്തത്. ഇത്രയൊന്നും പ്രസംഗിക്കണമെന്നും അല്ലെങ്കിൽ പ്രസംഗിക്കാനൊരു സ്റ്റഫ് ഉണ്ടാവുമെന്നും പ്രതീക്ഷിച്ചല്ല ഇവിടെ വന്നത്. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ വീണ്ടും നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ പറ്റിയൊരു നിയോഗമാണ് ഈ ഒരു അവസരം അല്ലെങ്കിൽ ഈ ഒരു യോഗമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല സത്യം പറയല്ലോ, പി ഗോവിന്ദപിള്ള എന്ന് പറഞ്ഞ സ്വാമിജി പറഞ്ഞതുപോലെ നമുക്കൊരു പൊളിറ്റീഷ്യൻ മാത്രമായിരുന്നു നമ്മുടെ മനസ്സിൽ. ഈ ഒരു അദ്ദേഹം ശംഭു എനിക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ അയച്ചു തന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തിൽ ആ താളുകളിലേക്ക് ഒരു തിരിച്ചുപോക്കായിരുന്നു. അന്നത്തെ കാലം നമുക്കൊന്ന് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. ഇന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മാഗസീനോ ഒരു ലേഖനമോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് ടാബ്ലേറ്റ് ചെയ്ത് സാധനം കയ്യിൽ തരും, എങ്ങനെയാണ് വേണ്ടതെന്നുള്ള ഫുള്ളുണ്ടാവും. അത്ര എളുപ്പമാണ് ഇന്ന്. ആ കാലത്ത് നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് എന്തുമാത്രം എഫേർട്ട് വേണമായിരുന്നു ഒരു പുസ്തകം പുറത്തിറക്കാനെന്നുള്ളത്. പിന്നെ ഈ ഇരിക്കുന്ന സ്റ്റേജിലിരിക്കുന്ന അതിഥികളെക്കാളും എനിക്ക് വളരെയധികം നന്ദി പറയേണ്ടത് സ്റ്റേജിന് അവിടെ ഇരിക്കുന്ന ആൾക്കാരെയാണ്. കാരണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. ഇന്ന് പല വേദികളിൽ പോയുമ്പോഴും സംസാരിക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവിടെ ഇരിക്കുന്ന ആൾ ഇതെപ്പോൾ തീരുമാനമെന്ന് ആലോചിച്ചിരിക്കുന്നൊരവസ്ഥയാണ് നമുക്കെപ്പോഴും തോന്നാറുള്ളത്. പക്ഷേ ഇവിടെ ഞാൻ കണ്ടത് ഓരോ കാര്യങ്ങളും അതിൻ്റെ കണിക വരെ മനസ്സിലാക്കി ഇരിക്കുന്ന ഓഡിയൻസിനെ കുറേ നാൾക്ക് ശേഷം ഞാൻ കാണുകയാണ്. അത് ഒരു വളരെ പ്രേരണയാണ്. ഇന്നത്തെ സമൂഹത്തിൽ അതില്ല എന്ന് തന്നെ പറയാം. കാരണം ഞാൻ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു, ഞാൻ നോക്കി എത്ര പ്രാവശ്യമാണ് ഞാൻ എൻ്റെ മൊബൈൽ എടുത്ത് നോക്കുന്നത്. ഇത് നമ്മുടെ ഒരു ഹാബിറ്റിൻ്റെ ഒരു പ്രശ്നമായി വരും. നമുക്ക് ഒരിടത്തും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എത്ര വിചാരിച്ചില്ല ഇത് മര്യാദകേടാണെന്ന് നമുക്ക് 1000 പ്രാവശ്യം അറിയാം. എന്നിരുന്നാലും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രാഫിക് ബ്ലോക്കിൽ 2 മിനിറ്റ് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവിടെ മൊബൈൽ എടുത്ത് ഒരു കാര്യമില്ല. പക്ഷേ ഇത് നമ്മുടെ സ്വഭാവമായി. അത്ര ലിമിറ്റഡ് ഫോക്കസ് ഉള്ള സമയത്ത് ഇത്ര ഫോക്കസോടെ ഇരിക്കുന്ന ഓഡിയൻസിൻ്റെ അടുത്തും ഞാൻ എൻ്റെ സന്തോഷം പങ്കിടുന്നു, നന്ദി പങ്കിടുന്നു. പിന്നെ ശംഭുവിന് പ്രത്യേകിച്ചും ഈ വേദിയിലേക്ക് വിളിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം. തൻ്റെ സിനിമാനുഭവങ്ങൾ പങ്കുവച്ച ദീപു കരുണാകരന് ഒരുപാട് നന്ദി. പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തുന്നതിലേക്ക് ജൂറി ചെയർമാനായ JK പറശ്ശിനിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഉള്ളവരെ
വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സമയം അധികം എടുക്കുന്നില്ല. പി ഗോവിന്ദപിള്ള ഫൗണ്ടേഷൻ്റെ 2024 സാഹിത്യ പുരസ്കാരങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതിലെ ജൂറിയായിട്ടിരുന്നത് ശ്രീ ശ്രീകുമാരൻ നായർ, പിന്നെ ഞാനുണ്ടായിരുന്നു, ആറ്റുകാല ഓമനക്കുട്ടനും ഉണ്ടായിരുന്നു. നിരവധി പുസ്തകങ്ങളാണ് നമ്മൾ ക്ഷണിക്കുകയാണ് ചെയ്തത്, അല്ല തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. ആ ക്ഷണിച്ച പുസ്തകങ്ങളിൽ നിന്നും, കിട്ടിയ പുസ്തകങ്ങളിൽ നിന്നും ഞങ്ങൾ അത് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ പി ഗോവിന്ദപിള്ള ഫൗണ്ടേഷൻ്റെ വിദ്യാവിലാസിനി ബുക്ക് ഡിപ്പോയൊക്കെ നമ്മുടെ ഉദ്ഘാടകനത്ത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ അച്ചടി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ നമുക്ക് കിട്ടിയ പുസ്തകങ്ങൾ പലതും നമ്മൾ പരിശോധിച്ചപ്പോൾ വ്യത്യസ്തം നിറഞ്ഞൊരു പുസ്തകമായിരുന്നു ഗിരിജാ സേതുനാഥിൻ്റെ അക്ഷയ മിഥില എന്ന നോവൽ. രാമായണത്തിലെ പല കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പല പുസ്തകങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. സീതയുടെ മനസ്സ് ആദ്യം വായിച്ചത് ഉള്ളൂർ പരമേശ്വരയുടെ ചിന്താവിഷ്ടയായ സീതയിലൂടെയാണ് സീതയുടെ മനസ്സ് നമ്മൾ കാണുന്നത്. അവിടെ സീതയെ സാധാരണമായൊരു ആയിട്ടാണ് സങ്കല്പിച്ചിരുന്നുവെങ്കിൽ ഇവിടെ സീതയെ ഒരു ധീര വനിതയായിട്ടാണ് നമ്മുടെ ചിത്രകാരി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ധാരാളം പ്രതിബന്ധങ്ങൾ സീത തരണം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ നോവലിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സമയപരിമിതി കാരണം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നോവൽ അവസാനിക്കുന്നത് വളരെ ഗംഭീരമായ ഒരു രചനയോടെയാണ്. എങ്ങനെയെങ്കിലും രാമനെ തൻ്റെ ഭർത്താവായി തിരികെ കിട്ടണമെന്ന് ശൂർപ്പണഖ തപസ് ചെയ്യുകയാണ്. ആ ശൂർപ്പണഖയെ നേരിടുവാനായിട്ട് ലക്ഷ്മണൻ്റെ കയ്യിൽ നിന്ന് വാള് വാങ്ങിക്കൊണ്ട് യാത്രയാകുന്ന സീതയെ അവതരിപ്പിച്ചുകൊണ്ടാണ് ആ നോവൽ അവിടെ അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും സീതയുടെ മനസ്സിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു നോവൽ വായിച്ചപ്പോൾ തീർച്ചയായിട്ടും അവാർഡിന് അർഹമാണെന്ന് തോന്നുകയും ഗിരിജാ സേതുനാഥിൻ്റെ അക്ഷയ മിഥില എന്ന നോവലിനാണ് ഇക്കൊല്ലത്തെ പി ഗോവിന്ദപിള്ള ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായിരിക്കുന്നത്. അത് സ്വീകരിക്കുന്നതിനായിട്ട് ഗിരിജാ സേതുനാഥിനെ ബഹുമാനത്തോടെ ക്ഷണിക്കുകയാണ്. ചെറുകഥയിൽ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡോക്ടർ അനിൽകുമാറിൻ്റെ ചെറുകഥയാണ്. തിരുവനന്തപുരത്ത് പോങ്ങോട് താമസിക്കുന്നതാണ്. വർത്തമാന കാലഘട്ടത്തിലെ സാമൂഹിക പ്രശ്നങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെറുകഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ഓരോ ചെറുകഥയുടെയും പേര് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും എന്ത് രീതിയാണ് അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നതെന്ന്. ഒന്ന്, ഒരു മഞ്ഞപ്പത്രം, മരണച്ചുഴി, കോഴിക്കടവ് പാലം, തനിയാവർത്തനം, ഉത്രാടരാത്രി, നരബലിയും ദൈവവും തുടങ്ങിയ നിരവധി കഥകൾ വർത്തമാന കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ബുക്സാണ് മരണമില്ലാത്തവരുടെ ജാതകമെന്ന്. അത് കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ അതിനുപരിയായിട്ട് ആതുര സേവന രംഗത്തും ആത്മാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്ന ഒരാളുകൂടിയാണ് ഡോക്ടർ അനിൽകുമാർ. അദ്ദേഹത്തിൻ്റെ ചെറുകഥയ്ക്കാണ് ഞങ്ങൾ ഈ വർഷത്തെ അവാർഡ് കൊടുക്കുന്നത്. ഡോക്ടർ അനിൽകുമാറിനെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തെന്നൂർ രാമേന്ദ്രൻ സാറിൻ്റെ കവിതയാണ് ഞങ്ങൾ അവാർഡിനായി തിരഞ്ഞെടുത്തത്. തെന്നൂർ രാമേന്ദ്രൻ്റെ അദ്ദേഹം ഒരു കവിയാണ്. സൈബർ വേദികളിലും അദ്ദേഹം പ്രശസ്തമാണ്. അദ്ദേഹത്തിൻ്റെ ആഷാഢമേഘങ്ങൾ, കാന്തിധാമം, പെണ്ണഴക്, സാന്ദ്രാനന്ദം തുടങ്ങിയ കവിതാ സമാഹാരങ്ങൾ അദ്ദേഹം പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അടുത്ത കാലത്ത് ഈ അങ്കണം സംശുദ്ധീൻ സ്മൃതി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഴകിൻ്റെ ആഴങ്ങളെന്ന കവിതയാണ് അവാർഡിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശരിക്കും നമുക്ക് അദ്ദേഹത്തിൻ്റെ യുഗപ്രഭാവം മുതൽ തൂവൽ വരെയുള്ള കവിതാലോകം പ്രപഞ്ചാനുഭവങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന കവിതകളാണ്. ഏറെ ബഹുമാനത്തോടെ തന്നെ രാമേന്ദ്രൻ സാറിൻ്റെ ഈ ഗോവിന്ദപിള്ള പുരസ്കാരം ഏറ്റുവാങ്ങുവാനായിട്ട് ക്ഷണിക്കുകയാണ്. ബാലസാഹിത്യത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുത്തത് മാറനല്ലൂർ സുധി സാറിൻ്റെ മുത്തശ്ശി എന്ന കൃതിക്കാണ്. അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹത്തിനാണ് ഞങ്ങളുടെ ബാലസാഹിത്യ പുരസ്കാരം. അദ്ദേഹം സുഖമില്ല കിടക്കുകയാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്ക് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ഒരു ബാലസാഹിത്യകാരൻ മാത്രമല്ല, അയ്യങ്കാളി, അനന്ത പത്മനാഭൻ, ചട്ടമ്പിസ്വാമി തുടങ്ങിയവരുടെ ജീവചരിത്രവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായത് നമ്മുടെ മലയാളികൾ എവിടേക്കുണ്ടോ ആ മലയാളികളിൽ നിന്നെല്ലാം അയ്യങ്കാളിയെക്കുറിച്ചുള്ള ഒരു കവിത, അത് പലരും എഴുതിയ അയ്യങ്കാളിയെക്കുറിച്ചുള്ള ഒരു കവിതാ സമാഹാരം അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഒരു എടുത്തു പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നു. അദ്ദേഹം സ്ഥലത്തിൽ എന്തായാലും ആ പുരസ്കാരം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിക്കുന്നതായിരിക്കും. പിന്നെ സ്കൂൾ തലവും കോളേജ് തലത്തിലും ഞങ്ങൾ കവിതാ മത്സരങ്ങൾ നടത്തിയിരുന്നു.
അതിൽ സ്കൂൾ തലത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അഭിരാമിയാണ്. അഭിരാമി ഒരു ചിത്രകാരിയാണ്. മാത്രമല്ല 2ാം വയസ്സ് മുതൽ ക്ലാസ് മുതൽ അദ്ദേഹം കവിത ചൊല്ലിത്തുടങ്ങി എന്നുള്ളത് ചരിത്രം പരിശോധിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കി. 1ാം തരം ചിത്രകാരിയാണ്. പല പ്രശസ്തരുടെയും നോവലുകളുടെ കവർ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അഭിരാമി. ഇന്ന് എത്തിയിട്ടില്ല. പക്ഷേ അഭിരാമിയുടെ മാതാവാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഒന്ന് പറയാനുള്ളത്, മലയാളത്തിലെ കവിതാ പുസ്തകങ്ങൾ നമ്മൾ ക്ഷണിച്ചപ്പോൾ കിട്ടിയത് ഇംഗ്ലീഷിലുള്ളത് മാത്രമായിരുന്നു എന്നുള്ളത് എടുത്തു പറയുകയാണ്. ഇംഗ്ലീഷിലുള്ള മാത്രമായിരുന്നു. പക്ഷേ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ മീഡിയയുടെ ഒരു സ്വാധീനമാവാമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ അഭിരാമിയുടെ ലൈഫ് സംടൈംസ് എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ്. അത് വാങ്ങുന്നതിനായിട്ട് അഭിരാമിയുടെ മാതാവിനെ ക്ഷണിക്കുകയാണ്. കോളേജ് തലത്തിലും ഞങ്ങൾ കവിതാ മത്സരത്തിന് പുസ്തകങ്ങൾ ക്ഷണിച്ചിരുന്നു. അതും കിട്ടിയതൊരു ഇംഗ്ലീഷ് പുസ്തകമാണ്. പവിയ JS BA റാങ്ക് ഹോൾഡറാണ്. ഇപ്പോൾ നമ്മുടെ വിമൻസ് കോളേജിൽ MA സാഹിത്യത്തിൽ അവസാന വിദ്യാർത്ഥിയാണ്. മറ്റൊരു പുസ്തകം തിക്രസി ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഭവിയയുടെ ദ ഹോം ലോക്ക് ട്രീ എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരത്തിനാണ് അവാർഡ്. അത് സ്വീകരിക്കുന്നതിനായി ഭവിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി 2 പുരസ്കാരങ്ങൾ കൂടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തകർ എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള, അതായത് ഐ ആം സൂപ്പർ ഹീറോ എന്നൊരു ചാനൽ, അത് അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും നമ്മുടെ ചുറ്റുപാട് കാണുന്ന കാര്യങ്ങളെയും ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ചാനലാണത്. അത് നടത്തുന്ന സന്ദീപ് SP ആണ്. ഇന്നിപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനലുകളിൽ നിരവധി പേരെ കാണാൻ കഴിയും. അതിൽ പല ആശയങ്ങൾ കൊടുക്കുന്നുണ്ടാവും, സന്ദേശം കൊടുക്കുന്നുണ്ടാവും, സ്വന്തം കൃതിയിൽ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ അതിൽ വേറിട്ട് നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് സന്ദീപ് SP കാഴ്ചവെച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ അവാർഡിനായിട്ട് സന്ദീപ് PS ക്ഷണിക്കുന്നു. സാംസ്കാരിക പ്രവർത്തനവും പൊതുപ്രവർത്തനവും ബിസിനസ്സും എല്ലാം നടത്തുന്ന ഒരാളുണ്ട്. മുക്കമ്പാലമൂട് ഗോപാലകൃഷ്ണൻ ലോജിസ്റ്റിക്സ് വിദഗ്ധനാണ്. മാത്രമല്ല തിരുവനന്തപുരത്തെ മേഖലയിൽ എഴുത്തിലും ബാലസാഹിത്യത്തിലും ജീവചരിത്രത്തിലുമൊക്കെ പ്രാഗൽഭ്യം നേടിക്കൊണ്ട് ഇന്ന് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏറെ തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് മുക്കമ്പാലമൂട് ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിന് ചട്ടമ്പിസ്വാമി സ്മാരക സമിതി ഏർപ്പെടുത്തിയ ബിസിനസ് എക്സലൻ്റ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ആ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് മുക്കമ്പാലമൂട് ഗോപാലകൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനി ഈ കുടുംബത്തിലെ തന്നെ നമ്മുടെ ഈ ഗോവിന്ദപിള്ള ഫൗണ്ടേഷൻ്റെ, അത് നമ്മൾ ആലോചിക്കേണ്ടത്, ഗോവിന്ദപിള്ള ഫൗണ്ടേഷൻ്റെ 4ാം തലമുറയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ട്രസ്റ്റ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ആ ശംഭുവിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം മറഞ്ഞു കിടന്ന ഒന്നിനെ ഉണർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത്, 4ാം തലമുറ ഉണർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ കഠിനമായൊരു ജോലിയാണ്. പക്ഷേ ഏറെ നിരാശമായൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ അത് പല പുസ്തകങ്ങളും ഞങ്ങൾ പല സ്ഥലത്തും നേടി. പക്ഷേ ഒരു പുസ്തകം കണ്ടുകിട്ടിയത് ഔട്ടം തിരുനാൾ ഗ്രന്ഥശാലയിലാണ്. അവിടെ അവരത് വളരെ ഭംഗിയായിട്ട് പുരാവസ്തു പോലെ സൂക്ഷിച്ചിട്ടുണ്ട് ആ പുസ്തകം. അത് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. എന്തായാലും ആ കുടുംബത്തിലെ ഒരു അംഗത്തെ, ആ തലമുറയിലെ കുടുംബത്തിലെ ഒരു അംഗത്തെ, മുതിർന്ന അംഗത്തെ ഇവിടെ ആദരിക്കുകയാണ്. അതിലേക്ക് അമ്മയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ലഭിച്ച വ്യക്തികൾക്ക് ഉള്ള മറുവാക്കാണ് നോവൽ പുരസ്കാരം ലഭിച്ച ഗിരിജ സേതുനാഥിനെ മറുവാക്കിന് വേണ്ടി ക്ഷണിക്കുന്നു. എൻ്റെ നമസ്കാരം. ബഹുമാന്യരെ, ഒരവാർഡ് ലഭിക്കുമ്പോൾ ഒരെഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പാഥേയമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു മുള്ളന്തണ്ടിനകത്ത് വാക്വമാണ്, അതിനകത്തൊന്നും ഉണ്ടാവില്ല. പക്ഷേ മറ്റൊരാളുടെ ചുണ്ടിൻ്റെ സ്പർശനം കൊണ്ടും ഉള്ളിലെ രാഗങ്ങൾ കൊണ്ടും അതിനകത്ത് ആ ദ്വാരങ്ങളിലൂടെ ശബ്ദം സഞ്ചരിക്കുമ്പോൾ
അവിടെ ഉണ്ടാകുന്നത് മനോഹരമായ മുരളീരവമാണ്. കൃഷ്ണൻ്റെ ഓടക്കുഴലിൻ്റെ അല്ലെങ്കിൽ പുല്ലാങ്കുഴലിൻ്റെ നാദം നമ്മളെയൊക്കെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ഏകാന്തതയിലിരിക്കുമ്പോൾ ആ നാദം കേട്ട് ആനന്ദ മൂർച്ചയിൽ എത്തുന്ന എത്രയോ വ്യക്തികളുണ്ട്. അങ്ങനെ ആ വാക്യത്തിൽ നിന്ന് ഒരു എഴുത്തുകാരിയുടെ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ മനസ്സിലൂടെ അവരുടെ തുറന്ന മനസ്സെപ്പോഴും കഥകൾക്ക് വേണ്ടി, അനുഭവങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. അവരുടെ ആ തുറന്ന മനസ്സിൻ്റെ ചുറ്റുവട്ടത്തും വിതറിക്കിടക്കുന്ന പുഷ്പങ്ങൾ, ചെമ്പനീറാവാം, മുല്ലയാവാം, മറ്റു എത്രയോ പുഷ്പങ്ങൾ, അതിനെ വാരിക്കോരി എടുത്ത് ചങ്ങല പോലെ നൂല് കെട്ടി ഒന്നാക്കുമ്പോഴാണ് ഒരു സാഹിത്യകാർക്ക്, ഒരു സാഹിത്യകാരിക്ക്, ഒരു സാഹിത്യകാരനും, കൊച്ചുകുട്ടികൾക്ക്, കവിത രചിക്കുന്നവർക്കുമൊക്കെ കവിതയും നോവലും ഒക്കെ ഉണ്ടാവുന്നത്. ആ യാത്രയിൽ ഒരുപക്ഷെ നമ്മൾ വിഷയങ്ങൾ കിട്ടാതെ വിശന്ന് വരയുന്ന ഹൃദയങ്ങളും ഉണ്ടാവാം. അങ്ങനെ വിശന്ന് വലന്ന് യാത്ര ചെയ്യുമ്പോൾ അവരെ തേടിയിരിക്കുന്ന പാഥേയമാണ് ഇങ്ങനെ കിട്ടുന്ന ഈ പുരസ്കാരങ്ങൾ. എത്രയോ പുരസ്കാരം എനിക്ക് അക്ഷയം ഇതിലേക്ക് കിട്ടി എങ്കിൽ പോലും ഓരോ പുരസ്കാരത്തിനും ഞാൻ അതിൻ്റെ മഹത്വം ഞാൻ കാണുന്നു. ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ചിലർക്കൊക്കെ പറയുമ്പോൾ വളരെ പുച്ഛമായിട്ട് പുരസ്കാരങ്ങളെ കാണുന്നവരുണ്ട്. ഞാൻ 18 വയസ്സിൽ മാതൃഭൂമിയിൽ എൻ്റെ ചെറുകഥ ആദ്യമായി അച്ചടിച്ചു വരികയാണ്. പി ഗോവിന്ദപിള്ള ഫൗണ്ടേഷൻ്റെ പ്രഥമ കഥാ പുരസ്കാരം എൻ്റെ ഡാർക്കിന് കിട്ടിയതിൽ ഉള്ള എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ എന്നെ തിരഞ്ഞെടുത്ത ജൂറി അംഗങ്ങളോടുള്ള എൻ്റെ കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു. കൂടാതെ തന്നെ ഞാൻ ചെറുപ്പകാലം തൊട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഗിരിജ സേതുനാഥ് മാഡത്തിനൊപ്പവും അതുപോലെ തന്നെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന രാമേന്ദ്രൻ സാറിനൊപ്പവും ഈ അവാർഡ് വാങ്ങിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. എൻ്റെ കഥ ഞാൻ ഇപ്പോൾ എൻ്റെ സമ്പൂർണ്ണ കഥകളായിട്ട് ഇപ്പോൾ ഒരു 120 കഥകളുടെ ഒരു കഥാസമാഹാരം ഇപ്പം ഞാൻ ഇറക്കാൻ പോവുകയാണ്. ശൂന്യം എന്നാണ് ആ കഥാസമാഹാരത്തിൻ്റെ പേര്. അപ്പം പ്രഭാത് ബുക്ക് ഹൗസാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കഥാകാരൻ എന്നുള്ള നിലയിൽ എന്നെ അടയാളപ്പെടുത്താനുള്ള ശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രമുഖ പ്രസാധകനായ ഫേമസ് വിജയകുമാർ പറഞ്ഞതുപോലെ നമ്മുടെ കാലഘട്ടത്തിൽ 1 ലക്ഷത്തിലേറെ എഴുത്തുകാരുണ്ടെന്ന് പറഞ്ഞു. 1 ലക്ഷത്തിലേറെ ഡോക്ടർമാരുമുള്ള ഒരു സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. നമ്മുടെ ജനസംഖ്യ വർദ്ധിക്കുകയാണ്. എഴുത്തുകാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും രാഷ്ട്രീയക്കാരും ഒക്കെ എണ്ണത്തിൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കാലത്തിൻ്റെ ഒരു മാറ്റമാണ്. നമ്മളതിനെക്കുറിച്ച് കൂടുതൽ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ എഴുത്ത് നല്ലതാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ വിജയിക്കും. നമ്മുടെ എഴുത്ത് മോശമാണെങ്കിൽ നമ്മൾ പരാജയപ്പെടും. നമ്മുടെ എഴുത്ത് നല്ലതാണെങ്കിൽ അത് കാലങ്ങളെ അതിജീവിക്കും. നമ്മുടെ എഴുത്ത് മോശമാണെങ്കിൽ അത് കാലത്തിനെ അതിജീവിക്കത്തില്ല. അത് ലോകനീതിയാണ്. ആ നീതിക്ക് വിധേയരായിട്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ. അപ്പം എന്നെക്കുറിച്ച് ഞാൻ ആശങ്കപ്പെടുന്നില്ല, എൻ്റെ എഴുത്തിനെക്കുറിച്ച് ഞാൻ ആശങ്കപ്പെടുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ എഴുതുന്നു. അത് ഇഷ്ടമുള്ളവർ വായിക്കട്ടെ. അത് നിലനിൽക്കേണ്ടതാണെങ്കിൽ നിലനിൽക്കട്ടെ, വലിച്ചെറിയപ്പെടട്ടെ എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അതാണ് എൻ്റെ ധൈര്യവും എൻ്റെ വിജയവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ തൃശ്ശൂരിൽ നിന്ന് അവാർഡ് വാങ്ങാൻ വേണ്ടി മാത്രം ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ ഉള്ള നിമിഷങ്ങൾ എണ്ണിയിരിക്കുന്ന തെന്നൂർ രാമചന്ദ്രൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് എനിക്ക് എൻ്റെ കവിതകളെക്കുറിച്ചോ സാഹിത്യ പ്രവർത്തനങ്ങളെക്കുറിച്ചോ സംസാരിക്കാനുള്ള ഒരു വേദിയല്ല. ഈ വേദി തീർച്ചയായിട്ടും പി ഗോവിന്ദപിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിപ്രഭാവത്തിൻ്റെ സ്മരണ അതനുസ്മരിക്കാനുള്ളതാണ്.
അദ്ദേഹം മലയാള സാഹിത്യത്തിനും സാഹിത്യകാരന്മാർക്കും നൽകിയ സംഭാവന വിലപ്പെട്ടതായിരുന്നു എന്നതിനപ്പുറം അത് നിർണായകമായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഒരു കുടുംബം അവരുടെ ഒരു പൂർവ്വ പിതാമഹനെ ഓർമ്മിക്കുകയും അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അതൊരു കേവലമായ നന്ദി പ്രകടനമല്ല, അതൊരു വലിയ പ്രതിബദ്ധത തന്നെയാണ്. ആ പ്രതിബദ്ധതയ്ക്ക് മുന്നിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുന്നു. ഇന്നിവിടെ എന്നോടൊപ്പം പുരസ്കാരങ്ങൾ ലഭിച്ച മറ്റ് 7 പേരുണ്ട്. അവരിൽ ചിലരെയൊക്കെ എനിക്കറിയാം. ആ 7 പേർക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഞാനും തിരുവനന്തപുരത്തിൻ്റെ ഒരു ഓമനപുത്രനാണ്. കാരണം ഞാൻ 20 വർഷം ജീവിച്ച സ്ഥലമാണ്. ഞാൻ ജീവിച്ച സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. 30-ലധികം വീടുകളിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും രാശിയുള്ള, എനിക്ക് സൗഭാഗ്യങ്ങൾ കിട്ടിയ, എനിക്ക് അംഗീകാരം കിട്ടിയ ദേവഭൂമി തിരുവനന്തപുരമാണ്. എൻ്റെ പിതാവും തിരുവനന്തപുരത്തിനപ്പുറമുള്ള നെയ്യാറ്റിൻകര എന്ന് പറയുന്ന പ്രദേശത്തുള്ളൊരു വ്യക്തിയാണ്. ഈ തിരുവനന്തപുരത്ത് ഞാൻ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്ഥാപനത്തിൻ്റെ റീജിയണൽ ഡയറക്ടറായി കേരളം മുഴുവൻ പരിധിയുള്ള അങ്ങനെ ഒരു ജോലിയിലിരിക്കുകയും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും പോകാനും ഇടയായിട്ടുണ്ട്. ഞാനൊരിക്കലും ഒരു സാഹിത്യകാരനാകേണ്ട ആളായിരുന്നില്ല. തിരുവനന്തപുരത്തെ ഒരു സർഗപ്രതിഭ, അദ്ദേഹത്തിലൂടെ എനിക്കൊരു വെളിച്ചം കിട്ടി. ഏതോ ഒരു പരമഗുരു അദ്ദേഹത്തിലൂടെ എന്നിലേക്ക് വന്നു. അങ്ങനെ ഞാൻ 2000-ഓ 2500-ഓ കവിതകൾ എഴുതിക്കഴിഞ്ഞു. എല്ലാവരോടും, നിങ്ങളെല്ലാവരോടും, വേദിയിലുണ്ടായിരുന്നവരോടും എനിക്ക് ഈ പുരസ്കാരം കൈമാറിത്തന്ന അശ്വതി തിരുനാൾ അദ്ദേഹത്തോടും എല്ലാ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. മറ്റ് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എല്ലാവരോടും സ്നേഹം, നന്ദി, നമസ്കാരം. അടുത്തത് നമ്മുടെ ലോജിസ്റ്റിക്സിൻ്റെ തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് വിഴിഞ്ഞം പോർട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന പ്രഗത്ഭനായ വ്യക്തി, സാമൂഹ്യ സേവനത്തിന് എപ്പോഴും അതിൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി, വയലാർ സാംസ്കാരിക വേദി, ചട്ടമ്പി സാംസ്കാരിക സമിതി, എല്ലാത്തിലും സ്തുത്യർഹമായ പങ്ക് വഹിക്കുന്ന പ്രിയ സുഹൃത്ത് മുക്കമ്പാലമൂട് രാധാകൃഷ്ണനെ അദ്ദേഹം വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ, എൻ്റെ പ്രിയ സുഹൃത്ത് ആറ്റുകാൽ ഓമനക്കുട്ടൻ ചേട്ടൻ, എൻ്റെ ഏറ്റവും അടുത്ത ഹൃദയ സുഹൃത്ത് തോമസ് ബുക്ക് ഡയറക്ടർ ശ്രീ വിജയകുമാർജി, ജൂറി ചെയർമാൻ പരശനിച്ചേട്ടൻ, ഗോവിന്ദപിള്ള ട്രസ്റ്റിലെ അമ്മമാരെ, സഹോദരന്മാരെ, വളരെ ആധികാരികമായ രീതിയിൽ പല വാക്കുകളും നമ്മളിവിടെ കേട്ടു. പക്ഷേ ഗോവിന്ദപിള്ള സാറിൻ്റെ ഈ ഫൗണ്ടേഷൻ, അവരുടെ കുടുംബവും അവരുടെ അഭ്യുദയകാംക്ഷികളെല്ലാം ചേർന്നുണ്ടാക്കിയ ഈ ഒരു ട്രസ്റ്റ് വളരെ അഭിമാനമാണ്. കാരണം ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി തിരുവടികൾക്ക് ശേഷം തിരുവിതാംകൂറിൻ്റെ നാമകരണം എന്നുള്ള ബുക്ക് രചിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് പി ഗോവിന്ദപിള്ള സാർ. അദ്ദേഹം നമ്മുടെ പബ്ലിക് ലൈബ്രറിയിൽ പോയ ബുക്ക് സ്റ്റാളുകളിലൊന്നുമില്ല. നമ്മൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടം തിരുവിതാംകൂർ രാജഭരണമുണ്ടായിരുന്നപ്പോൾ എല്ലാം പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട പേരുകൾ ആണ് എങ്കിൽ തന്നെയും നമ്മൾ പാറശാലയ്ക്കപ്പുറം തമിഴ്നാട് സംസ്ഥാന സർക്കാരിന് കൊടുത്തുവെങ്കിൽ തന്നെയും ഇന്നും ഈ മുക്കമ്പാലമൂട് എന്നുള്ള പേര് പോലും സാറിൻ്റെ ബുക്കിലും ചട്ടമ്പിസ്വാമി തിരുവടികളുടെ നാമകരണ ബുക്കിലുമെല്ലാം ഉണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ആവശ്യമായ പാലപ്പൂ, യക്ഷിയുടെ ആ പൂവ് നമ്മുടെ സ്ഥലത്ത് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് 13 കിലോമീറ്ററുള്ള സ്ഥലത്തു നിന്ന് അടർത്തിയെടുത്തു കൊണ്ടുവന്നാണ് ശംഖുമുഖം മാറാട്ടിന് പോകുമ്പോൾ ആ പല്ലക്കുകൾ അലങ്കരിക്കുന്ന ഗരുഡവാഹനത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള ചരിത്രങ്ങളൊന്നും ഇന്ന് കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആ സാറിൻ്റെ പി ഗോവിന്ദപിള്ള സാറിൻ്റെ തന്നെ ബുക്കിൽ പ്രതിപാദിച്ചിട്ടുള്ളതാണ് ആഴി രാജവംശത്തിൻ്റെ ഭരണത്തിലുണ്ടായിരുന്ന ചോളവംശത്തിലുള്ള വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലം. ആ വിഴിഞ്ഞത്തിൻ്റെ പേരെങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളതും സാറിൻ്റെ ബുക്കിൽ പ്രതിപാദിച്ചിട്ടുണ്ട്, ചട്ടമ്പിസ്വാമി തിരുവടികളുടെ ബുക്കിലുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇന്ന് ഈ സ്ഥലങ്ങളെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്.
അതിൽ ഈ ഒരു അവാർഡ് ഗോവിന്ദപിള്ള സാറിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ്റെ പേരിലുള്ള ഈ കൾച്ചർ ലിറ്ററസി അവാർഡ് തന്നതിൽ അതിയായ സന്തോഷം ആ കുടുംബത്തിനോടും ട്രസ്റ്റിനോടും ഞാൻ ആദ്യം അറിയിച്ചു കൊള്ളുന്നു. രണ്ടാമത് സൂചിപ്പിച്ചു, ഇന്നത്തെ പൊതുപ്രവർത്തന രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ ചെയ്യുന്ന ആൾക്കാർ എനിക്കെന്ത് കിട്ടുമെന്ന് പറഞ്ഞ് സേവനങ്ങൾ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഈ ട്രസ്റ്റിനെ സംബന്ധിച്ച് എന്ത് നമുക്ക് കൊടുക്കാം എന്നുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് ഈ ട്രസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ പ്രശംസനീയമാണ്. നമുക്കറിയാം, ഇന്ന് പല സംഘടനകൾ ഉണ്ട് എങ്കിൽ തന്നെയും ഉപജീവന മാർഗങ്ങളായിട്ടുള്ള സംഘടനകളാണ്. പക്ഷേ സമൂഹത്തിലെ പ്രതിബദ്ധത തെളിയിച്ചിട്ടുള്ള എഴുത്തുകാരായാലും സാംസ്കാരിക രംഗത്തുള്ളവരായാലും നമ്മളെപ്പോലുള്ള എൻജിനീയറിംഗ് സൈഡിലുള്ളവരായാലും വിളിച്ചാദരിക്കുവാൻ തിരുവനന്തപുരത്ത് കാണിച്ചിട്ടുള്ള മനസ്കത വളരെ ശ്ലാഘനീയമാണ്. നമുക്കറിയാം, ഇന്ന് വിഴിഞ്ഞം പോലുള്ള തുറമുഖം ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു എങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തും കേരളത്തിലും സൗത്ത് ഇന്ത്യയിലുമുള്ള കുഞ്ഞുങ്ങൾ വിദേശ നാടുകളിലേക്ക് പോയി ജോലി ചെയ്യേണ്ട ഒരവസ്ഥ ഇന്ന് വരികയില്ലായിരുന്നു. ഹലോ, എൻ്റെ പേര് സന്ദീപ് എന്നാണ്. ഞാൻ ആം സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ചാനലിൽ കൂടെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, സ്റ്റേജിൽ കയറി സംസാരിച്ച് അധികം പരിചയമൊന്നുമില്ല. ഇപ്പോഴേ കൈയും കാലൊക്കെ ഒന്ന് വിറയ്ക്കുകയാണ്. അഭിനയിക്കാനാണെങ്കിൽ ഓക്കെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ എഴുത്ത് സാഹിത്യം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങുന്ന സമയത്താണ് എനിക്ക് ഈ എഴുത്തുകാരെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യാൻ തോന്നുന്നത്. കാരണം അവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഇത്രയും വലിയ ബുക്കുകൾ എഴുതുന്നതെന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പി ഗോവിന്ദപിള്ള അവാർഡ് എനിക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് ഞാൻ എൻ്റെ കൂട്ടുകാർ കൂടി സമർപ്പിക്കുകയാണ്. അവർക്കൂടെ വരാൻ അവർ വന്നില്ല കൂടെ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇതാണ് ഇംഗ്ലീഷിലെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്ന് പറയുന്നത്. അടുത്തതായി പ്രസംഗിക്കുന്നത് ജി വിജയകുമാറാണ്. ആശംസകൾ അറിയിക്കുന്നത്. തിരുവനന്തപുരത്തെ നമ്മുടെ പി ഗോവിന്ദപിള്ള എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ആദ്യത്തെ പ്രസാധകനാണ്. ഇപ്പോൾ നിലവിലുള്ള പ്രസാധകരിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ഫേമസ് ബുക്സ്. അതിൻ്റെ എല്ലാം ഇദ്ദേഹമാണ്. അപ്പോൾ വളരെ വ്യക്തമായി ഈ സബ്ജക്റ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് പറയാൻ കഴിയും. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സദസ്സിന് നമസ്കാരം. ബഹുമാന്യായ അധ്യക്ഷൻ, എൻ്റെ പ്രിയ സുഹൃത്തും എഴുത്തുകാരനും കവിയും എല്ലാമായ ശ്രീ ആറ്റുകാൽ ഓമനക്കുട്ടൻ, ഇവിടുന്ന് അവാർഡ് നൽകിപ്പോയ ആദരണീയനായ സ്വാമിജി, പിന്നെ അടുത്തതായിട്ട് ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ ദീപു കരുണാകരനെ എന്നെ അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് നന്നായിട്ട് ദീപു കരുണാകരനെ അറിയാം. ഞാനൊരു പാൽക്കുളങ്കരക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ KPCCയുടെ ഖജാൻജി, ഇദ്ദേഹത്തിൻ്റെ ചേച്ചി നിങ്ങൾക്കൊക്കെ അറിയാം. പ്രിയപ്പെട്ട ചലച്ചിത്ര പിന്നണിയിലുണ്ടായിരുന്ന സുചിത്ര പോയിട്ട് മുടുക്കിലാണ് വീട്. ഞാൻ ചമ്പക്കട ജംഗ്ഷനിലാണ്. എന്നെ അറിയില്ല. ഇദ്ദേഹം പാൽക്കുളങ്ങര കരയോഗത്തിലും പ്രാഗയിലും, ഞാൻ മണക്കാട് പ്രാഗയുടെ സെക്രട്ടറിയാണ്. കഴിഞ്ഞ 20 വർഷമായിട്ടുള്ളൂ അവിടുന്ന് മാറിയെന്നല്ല, അവിടെ അച്ഛനും അമ്മയെ കൊണ്ട് ചമ്പക്കട ജംഗ്ഷനിൽ. അപ്പോൾ ദീപു വളർന്നു വന്ന സാഹചര്യം മുതൽ ക്രേസി ഗോപാലനും തേജാബായി ഉൾപ്പെടെ, പിന്നെ മറ്റേ വോളിബോൾ കരിക്കുന്നൽ ബ്രദേഴ്സ് ഉൾപ്പെടെ, അങ്ങനെ വളരെ പ്രശസ്തമായൊരു ചലച്ചിത്ര ഒരു പാരമ്പര്യമുള്ള കുടുംബത്തിലാണ്. പ്രിയപ്പെട്ട ദീപു, അതുപോലെ ചേച്ചി എന്നാണ് ഞങ്ങൾ വയലാർ സാംസ്കാരിക വേദിയുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹയാത്രികളിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ അവാർഡ് ഇന്ന് ഇവിടെ നൽകിയ പുസ്തകത്തിനാണ് നമ്മുടെ വയലാർ സാംസ്കാരിക സമിതിയുടെ വയലാർ സാഹിത്യ അവാർഡ് കഴിഞ്ഞ വർഷം കാർത്തിക തിരുനാൾ തിയേറ്ററിൽ വിജയകുമാർ സാറാണ്. അതൊരു നിയോഗം പോലെയായിരുന്നത്. അന്ന് വിജയകുമാർ സാറാണെന്ന് നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട ചേച്ചി ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് പരിചയമില്ലായിരുന്നു, ഞാൻ അദ്ദേഹത്തിന് ഇന്ന് പരിചയപ്പെട്ടു. ജൂറി ചെയർമാനായ JK പറശ്ശിനി, അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. പിന്നെ ബഹുമാനപ്പെട്ട സാറിൻ്റെ പേര് ഇതിനകത്ത് മോഹൻ ഉത്രാടം, പ്രിയപ്പെട്ട അവാർഡ് ജേതാക്കളായ നമ്മുടെ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ, ഡോക്ടർ അനിലിൻ്റെ ഡാർക്ക് എന്ന നോവലിനാണെന്ന് തോന്നിയത് അല്ലേ? ഡാർക്കിന് ഒട്ടനവധി അവാർഡുകൾ ലഭിച്ചു. സാറിൻ്റെ മാത്രം ഞാനിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഏകദേശമുള്ള എല്ലാ കവികളുടെയും കലാകാരന്മാരെയും തിരുവനന്തപുരത്ത് അറിയാം. സാറിന് ക്ഷമിക്കണം, താങ്കളെ പരിചയപ്പെടുവാനുള്ള ഇതിൽ
പിന്നെ സുധിയുടെ മാറിനുള്ളൊരു സുധി എന്ന് വന്നിട്ടില്ല. സുധിയുടെ 4-5 പുസ്തകം ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേരത്തെ ശ്രീ ദീപു പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ സ്വാമിജി പറഞ്ഞതുപോലെ, ചേച്ചിയൊക്കെ സൂചിപ്പിച്ചതുപോലെ, ഞാൻ 27 വർഷമായി പബ്ലിഷിംഗ് രംഗത്ത് കടന്നു വന്നിട്ട് ആദ്യമായിട്ട് അതൊരു നിയോഗം പോലെയാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊരു ഒരു ആരാധകനായതുകൊണ്ട് ശ്രീമദ് വിഷ്ണു പുരാണം എന്നൊരു പുസ്തകം ചെയ്യണമെന്ന് ഇതുപോലത്തെ ഒരു 6 വർഷത്തിലൊരിക്കൽ വരുന്ന ലക്ഷദ്വീപത്തിനോടനുബന്ധിച്ച് അന്ന് തോന്നിയ ഒരു വികാരമായിരുന്നു. അന്ന് കുറച്ചു കാലം മാതൃഭൂമി സ്റ്റഡി സർക്കിളും, ഞാൻ മാതൃഭൂമി പത്രത്തിൻ്റെ കീഴിലുള്ള സ്റ്റഡി സർക്കിളും, അങ്ങനെ കുറേ സാമൂഹിക പ്രവർത്തനം. അത് കഴിഞ്ഞ് ഗൾഫിലായിരുന്നു. മാതൃഭൂമിയിൽ കുറച്ചു കാലം അതിൽ പണിയെടുത്തു. അപ്പോൾ അങ്ങനെ ഒരു ആലോചനയിൽ അന്ന് ഒരു പബ്ലിഷിംഗ് സ്ഥാപനം അന്ന് തുടങ്ങി. പക്ഷെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മെറ്റയിലോ അല്ലെങ്കിൽ IAയിലോ നമ്മുടെ ഒരു ജെമിനി എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മുടെ ഫോണിലെല്ലാം ഉണ്ട്. നമുക്ക് ഏത് വിഷയത്തിനെക്കുറിച്ചാണോ വേണ്ടത് നമ്മൾ ആ കാര്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു നോട്ട് കിട്ടും, അല്ലെങ്കിൽ കൃത്യമായ മറുപടി കിട്ടും. അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് ഒരു പുസ്തകമാക്കാൻ ഒരു പാടുമില്ല. വളരെ എളുപ്പമാണ് ഇന്നൊരു പുസ്തകം ചെയ്യുക എന്നുള്ളത്. പക്ഷേ ക്രിയേറ്റീവായ ഞാനിവിടെ ഇരിക്കുന്ന അനിലിനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ചേച്ചിയെ പോലുള്ളവർ, അവരെല്ലാം വളരെ കഷ്ടപ്പെട്ട് പുസ്തകം എഴുതുന്നവരാണ്. അല്ലാതെ ഞാൻ 27 വർഷം മുമ്പ് കണ്ട ഒരു പബ്ലിഷിംഗ് രംഗമല്ല ഇന്ന്. കവികളും എഴുത്തുകാരും പബ്ലിഷേഴ്സ് മാത്രമായിട്ട് കേരളത്തിലെടുത്തപ്പോൾ ഏകദേശം 10,000-ൽ കൂടുതൽ പബ്ലിഷേഴ്സ് ഇപ്പോൾ കേരളത്തിലുണ്ട്. ഒരു 3 ദശകങ്ങൾക്ക് മുൻപ് ഏകദേശം 700-750 പബ്ലിഷിംഗ് സ്ഥാപനങ്ങളുണ്ടായിരുന്ന സ്ഥലത്താണ് ഇന്ന് ഭീമമായ രീതിയിൽ പബ്ലിഷിംഗ് സ്ഥാപനം വന്നിരിക്കുന്നത്. എഴുത്തുകാർ ലക്ഷക്കണക്കിനുണ്ട്. ആരെയും ഞാൻ കുറച്ച് കാണുന്നില്ല. എല്ലാം കലാമൂല്യങ്ങളുള്ളതാണോ എന്നുള്ളതൊന്നും ഇവിടെ പറയുന്നില്ല. കാരണം ആരെയും ഒരിക്കലും അവരുടെ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ എല്ലാ എഴുത്തുകാർക്കും അവരുടെ കൃതികൾ സൃഷ്ടിപരമായി വാല്യുബിളാണ്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനും എത്രയോ കാലം മുമ്പാണ് VB പബ്ലിഷിംഗ് അല്ലെങ്കിൽ വിദ്യാവിലാസിനി എന്ന് പറയുന്ന P. ഗോവിന്ദപിള്ള സാറിൻ്റെ പബ്ലിഷിംഗ് സ്ഥാപനം. അതും സാർ ഇവിടെയല്ലേ, നമ്മുടെ ചാലയിൽ ബുക്ക് ഡിപ്പോ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സ്ഥാപനം അന്ന് അദ്ദേഹം തുടങ്ങുകയും 27 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഏകദേശം ഒരു 10,000-ഓളം പുസ്തകങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനൊരു വലിയ സാമ്പത്തിക നേട്ടമൊന്നും അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. ജീവിതം അങ്ങനെ കൊണ്ടുപോകാമെന്നല്ലാതെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയവർ ഇഷ്ടം പോലെ ഉണ്ട്, ഇല്ലെന്നല്ല. അത് പല വഴിയുണ്ട് അതിന്. അത് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ പബ്ലിഷിംഗ് രംഗത്ത് നടക്കുന്ന മൂല്യച്യുതിയെക്കുറിച്ച് പറയാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. അത് വേറൊരു ഡിസ്കഷനിൽ സംസാരിക്കാം. പക്ഷേ അതല്ല വേദിയുണ്ട്, അത് പറയുന്നില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അദ്ദേഹം എങ്ങനെയാണ് ഈ 250-ൽ പരം പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുള്ളത്. ഈ പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങൾ വാങ്ങുവാൻ ഇന്ന് പല മാധ്യമങ്ങളുണ്ട്. നമുക്കൊരു പുസ്തകം ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ യൂട്യൂബ് വഴി അത് പ്രചരണം നടത്തി അങ്ങനെ ലോകം മുഴുക്ക സെക്കൻഡുകൾ കൊണ്ട് ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു സാധനം നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അന്ന് ഈ പറയുന്ന സാങ്കേതികമായ ഒരു വിദ്യയും ഒരു സാങ്കേതികത്വവും ഇല്ലാത്തൊരു കാലത്ത് എങ്ങനെയാണ് അന്ന് അച്ചു നേരത്ത് ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇത് വന്നിട്ടില്ല, DTP വന്നിട്ടില്ല. DTP മീൻസ് ഡെസ്ക്ടോപ്പ് വന്നിട്ടില്ല. ഇന്നെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് PDF എടുത്തു കഴിഞ്ഞാൽ പുസ്തകമാക്കാൻ പറ്റും. മറ്റതങ്ങനെയല്ല, ഓരോ അക്ഷരങ്ങളായിട്ട് എടുത്ത് വയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഏകദേശം 30 വർഷം മുമ്പ്. അന്ന് ഇത്രയും വിശാലമായ ഒരു 300 പേജുള്ള ഒരു പുസ്തകം ചെയ്യണമെങ്കിൽ അച്ച് നിരത്താൻ മാത്രം വേണ്ടി വരും ഏകദേശം 1 മാസം. ഇന്ന് ഒരു ദിവസം കൊണ്ട് 1000 പേജുള്ളൊരു പുസ്തകം എത്ര കോപ്പി വേണമെങ്കിലും നമുക്ക് അടിച്ചിറക്കാനുള്ള സൗകര്യമുണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇത് ഈ P. ഗോവിന്ദപിള്ള സാറിനെ പോലുള്ളവർ ഈ രംഗത്ത് നൽകിയ സംഭാവനകൾ ഒരിക്കലും വിലമതിക്കാനാവാത്തതാണ്. കാരണം ഒരു പബ്ലിഷർ ആയതുകൊണ്ട് എൻ്റെ അനുഭവമാണ് ഇവിടെ പറയുന്നത്. ഞങ്ങളൊക്കെ ഇപ്പോഴും നല്ലൊരു സാധനം കിട്ടണമെങ്കിൽ എഴുത്തുകാരുടെ അടുത്ത് ചെന്ന് വർഷങ്ങൾ നിന്നാണ് അല്ലെങ്കിൽ മാസങ്ങൾ നിന്നാണ് അവരെ കൊണ്ട് നല്ല നല്ല സാധനങ്ങൾ മേടിക്കാനുള്ള ശ്രമിക്കുന്നത്. കാരണം ഒരു ദിവസം കൂടിപ്പോയാൽ 5-6 പേജായിരിക്കും അവർ എഴുതി തരുന്നത്. അപ്പം അത്തരത്തിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള ബുക്കുകൾ, പുസ്തകങ്ങൾ, സമൂഹത്തിന് ഉപയോഗപ്പെടുന്ന സാധനങ്ങൾ ഇറക്കുവാൻ അന്ന് ഗോവിന്ദപിള്ള സാറ് നൽകിയ അല്ലെങ്കിൽ അദ്ദേഹം കഷ്ടപ്പെട്ട ആ അനുഭവം ഇപ്പം ഞങ്ങളുടെയൊക്കെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര വലുതാണ് എന്ന് തോന്നിപ്പോവും. പുസ്തകം ഒരു ചെറിയ കാര്യമല്ല. ഞാൻ കേരള നിയമ ആക്ട് പ്രകാരം 12 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു പുസ്തകത്തിനകത്ത് ഒരു ഫോട്ടോ, ഒരു ചിത്രം വന്നു എന്നതിൻ്റെ പേരിൽ എൻ്റെ 3 സ്ഥാപനവും പോലീസ് അറസ്റ്റ് ചെയ്യുകയും 3 സ്ഥാപനങ്ങൾ അറസ്റ്റ് ചെയ്തതിന് പുറമെ എന്നെ IPC അല്ല 180 എന്ന് പറഞ്ഞാൽ മതപ്രകാരം വ്രണപ്പെടുത്തുന്നു എന്നൊരു നിയമമുണ്ട്. ഒരു ഫോട്ടോ വന്നത് മാത്രമാണ്. ഞാൻ എന്താണെന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷെ അന്ന് എന്തോ ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ തെറ്റില്ല എന്നുള്ള തോന്നിയത് കൊണ്ടായിരിക്കും കോടതി എനിക്കന്ന് വൈകുന്നേരം ജാമ്യം തന്നു.
അല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും 7 ദിവസം നമ്മളെ ജാമ്യമില്ലാതെ അറസ്റ്റ് വാറണ്ട്. കാരണം അപ്പോൾ ഞാനത് പറഞ്ഞു വന്നത് അത്രമാത്രം ശ്രദ്ധിക്കും. നമ്മൾ ഒരു വരി അതിനകത്ത് എഴുതുമ്പോഴും ഒരു ഫോട്ടോ ചേർക്കുമ്പോഴും അത്രമാത്രം മതപരമാണോ മറ്റാരെങ്കിലും വ്രണപ്പെടുത്തുന്നുണ്ടോ എന്നെല്ലാം വളരെ ശ്രദ്ധിക്കുന്നു. ഒരു പുസ്തകം നമ്മുടെ കൈ കിട്ടുമ്പോൾ നാം വിചാരിക്കുന്നത് എന്ത് എളുപ്പമാണെന്നുള്ളത്. പക്ഷേ പുസ്തകം എന്നുള്ളത് തീയാണ്. പുസ്തകം ഒരു ഒരു കൊടുങ്കാറ്റാണ്, ഒരു അഗ്നിയാണ്. ഒരു പുസ്തകം എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഒരു പുസ്തകത്തിന് നമ്മൾ പുസ്തകത്തിൻ്റെ ആ രീതിയിൽ ആസ്വദിച്ച് വായിച്ചാൽ അതിനകത്തെല്ലാം ഉണ്ട്. അപ്പോൾ അത് പലപ്പോഴും ചിലപ്പോൾ നമ്മളെ കത്തിക്കുന്ന ഒരു അഗ്നിയായിട്ട് മാറും. അതുകൊണ്ട് പ്രസാധക രംഗത്ത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഗോവിന്ദപിള്ള സാർ എത്ര കഷ്ടപ്പെട്ടായിരിക്കും അദ്ദേഹം ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തെന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ നാമം നിലനിർത്തുന്ന ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ശ്രീ ഓമനക്കുട്ട സാറും അദ്ദേഹത്തിൻ്റെ മകൻ ശംഭുവും ചേച്ചി ഓമനക്കുട്ടൻ്റെ സാറിൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്. ചേച്ചിയൊക്കെ എനിക്കറിയാം. ഞാൻ മണക്കാടുള്ളതായതുകൊണ്ട് എനിക്കറിയാം ചേച്ചിയൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ട് ആണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാം. എന്തായാലും ഇത്രയും കുടുംബാംഗങ്ങൾ ഒത്തുകൂടി അതിൽ കൊണ്ടുപോകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും എനിക്ക് പറയാനുള്ളത്, ഞാൻ ഓമനക്കുട്ട സാറിൻ്റെ പറഞ്ഞു, ഈ ഫൗണ്ടേഷൻ്റെ കൗൺസിൽ മെമ്പറും കൂടെയാണ് ഞാൻ. കൃഷ്ണപിള്ള ഫൗണ്ടേഷനാണ് ഈ സ്ഥാപനം, എൻ്റെ ഫൗണ്ടേഷനും കൂടെയാണ്. ഈ ഇരിക്കുന്നവരെല്ലാം ഞങ്ങളെ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ONV കുറുപ്പ് സാറ് മുതൽ എല്ലാവരും ഞങ്ങളുടെ ഫൗണ്ടേഷൻ്റെ ചെയർമാന്മാരായിരുന്നു. ഇപ്പോൾ പന്ന്യൻ രവീന്ദ്ര സാറാണ് ചെയർമാൻ. അപ്പോൾ ഫൗണ്ടേഷൻ്റെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ്റെ പേരിലുള്ള പ്രബന്ധങ്ങൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രബന്ധങ്ങൾ മാസം തോറും ഒരു ചർച്ചാ ക്ലാസ് വയ്ക്കുകയാണെങ്കിൽ ആ പ്രബന്ധങ്ങളെല്ലാം കൂടെ ചേർത്ത് കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ്റെ ഞങ്ങളുടെ ഈ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ പുസ്തക രൂപേണ അത് പ്രസിദ്ധീകരിക്കാനുള്ള എല്ലാ സാഹചര്യവും ഞങ്ങളുടെ വശം നിന്ന് ഉണ്ടാക്കി തരാമെന്ന് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ എഴുമറ്റൂർ സാർ ഇന്ന് വന്നിട്ടില്ല, രാജാറാം സാറ് ഞങ്ങളുടെ സെക്രട്ടറിയാണ്, അദ്ദേഹവും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നിവിടെ അവാർഡ് കിട്ടിയ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ്റെ ഒരു സുഹൃത്തുകൂടെയാണ്. അദ്ദേഹത്തിന് ഒട്ടേറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇന്ന് അദാനിയുടെ കേരളത്തിൽ നടത്തുന്ന ഷിപ്പിങ്ങിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്തതുകൊണ്ടാണ്. ഏകദേശം 350 കോടി രൂപയുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വ്യക്തിത്വമാണ്. അതിവിടെ പ്രത്യേകിച്ച് പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ അദാനി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ വരുമ്പോൾ എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ ഈ വരുന്ന സാധനങ്ങളുടെ GST ടാക്സേഷൻ നടത്തുന്നത്, അത് ചെയ്യുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ശ്രീ മുക്കമ്പാലമൂട്. നമ്മുടെ ചട്ടമ്പി സ്വാമി സാംസ്കാരിക സമിതി, വയലാർ സാംസ്കാരിക സമിതി, ഒട്ടേറെ സമയങ്ങളുടെ അവാർഡുകൾ കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ ലഭിച്ചു. അനിൽ സാർ, ഡോക്ടർ, അദ്ദേഹം എനിക്ക് GG ഹോസ്പിറ്റലല്ലേ സാർ, പട്ടം SUTയിലെ വിദഗ്ധനായ ഡോക്ടറാണ്. അപ്പം ഈ അവാർഡ് കിട്ടിയ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും ഈ ഫൗണ്ടേഷന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പിന്നണി ഗായകനായ പട്ടം സനിത്ത് ഉണ്ട്, അദ്ദേഹം സംസാരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ആറ്റുകാല ഓമനക്കുട്ടൻ, ഉദ്ഘാടകൻ സ്വാമി അശ്വതി തിരുനാൾ, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, വിദ്യാവിലാസിനി ബുക്ക് ഡിപ്പോയുടെ സ്ഥാപകനും ഒരു പ്രസാധകനുമായിരുന്ന, ഒരു പ്രമുഖ പ്രസാധകനുമായിരുന്ന P. ഗോവിന്ദപിള്ള സാറിൻ്റെ ഈ ഫൗണ്ടേഷൻ്റെ 3ാം വാർഷികമാണ്. വാസ്തവം പറഞ്ഞാൽ പണ്ട് ചാലയിൽ ആണ് ഈ സ്ഥാപനം വളരെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ചിരുന്നത്. പുസ്തകം വലുതായിട്ട്, ഞാനൊരു പാട്ടുകാരനാണെങ്കിലും പുസ്തകം ആവശ്യം പഠിക്കാനുള്ളതൊക്കെയാണ് കൂടുതൽ വായിച്ചിട്ടുള്ളതെങ്കിലും എനിക്ക് 100 കണക്ക് പുസ്തകങ്ങൾ 3ാം ക്ലാസ് തൊട്ട് മുതൽ യുവജനോത്സവങ്ങളിലും മറ്റും കിട്ടിയ 101 പുസ്തകം ഞാൻ ഉള്ളൂർ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിന് സംഭാവന നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസവും എനിക്ക് 2 പുസ്തകങ്ങൾ കിട്ടിയിരുന്നു. ഇതെല്ലാം ഞാൻ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ മിക്കതും എടുത്ത് ഇടയ്ക്കിടയ്ക്ക് വായിച്ച് നോക്കാറുണ്ട് സമയം കിട്ടുമ്പോൾ. ഞാനൊരു പ്രമുഖ ബാങ്കിലെ മാനേജറാണ്. ഞാൻ തീർച്ചയായും രാത്രി ചെന്നാൽ പാട്ടും കേൾക്കുക, കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കുകയാണ് പതിവ്. അല്ലാതെ പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടൊന്നുമില്ല. പുസ്തകം എഴുതുന്നവരെ, വാസ്തവം പറഞ്ഞാൽ പുസ്തകം എഴുതുക എന്ന് വെച്ചാൽ അത്ര നിസ്സാര കാര്യമല്ല.
ഇവിടെ പുസ്തകം എഴുതിയ ഗിരിജ സേതുനാഥ്, പിന്നെ ഡോക്ടർ അനിൽകുമാർ, എല്ലാവരെയും എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. പക്ഷേ പുസ്തകം ഓരോന്നിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഈ അവാർഡ് വാങ്ങിച്ചവരെ എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. ഈ ഗോവിന്ദപിള്ള ഫൗണ്ടേഷനിൽ ഒരു ആശംസാ പ്രസംഗം നടത്താൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തിക്കുന്നു. ഉത്രാടം മോഹൻ നമ്മുടെ ഒരു എൻജിനീയർ ആണെങ്കിലും നമ്മുടെ സാംസ്കാരിക പ്രത്യേകിച്ച് ആത്മീയ വിഭാഗത്തിൽ നമ്മുടെ സന്ദേശം എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് എത്തിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഉത്തർപ്രദേശ്, ഉത്തർകാശി അവിടെയെല്ലാം പോയി ഓരോ ഭാരതീയ സംസ്കൃതത്തെക്കുറിച്ചുള്ള ഓരോ പ്രഭാഷണങ്ങളും ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥുമായിട്ടും എല്ലാം സംവദിക്കുകയും എല്ലാം ചെയ്ത ഒരു മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് ശ്രമിക്കാം. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, എൻ്റെ ഏറ്റവും അടുത്ത പ്രിയങ്കരന്മാരായ സുഹൃത്തുക്കളും മറ്റെല്ലാവരും നിറഞ്ഞിരിക്കുന്ന ഈ വേദിയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ പോലും ഒരു കാര്യം പ്രധാനമായിട്ട് സൂചിപ്പിക്കുക. നമ്മുടെ സ്വാമി സംസാരിച്ച കൂട്ടത്തിൽ ആദ്യമേ പറഞ്ഞു, ചില സൃഷ്ടികൾ കഴിഞ്ഞാൽ സൃഷ്ടികളെ ആരും തിരിച്ചറിയാനില്ല എന്നും. സംഗതി ശരിയുമാണ്. ഒരു സൃഷ്ടി കഴിഞ്ഞാൽ ആ സൃഷ്ടികർത്താവിനെ മറ്റാരും തന്നെ തിരിച്ചറിയുന്നുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെല്ലാം കൂടെ ചേർന്ന് റോക്കറ്റ് ഉണ്ടാക്കി. റോക്കറ്റിൽ മനുഷ്യരെ കയറ്റി അയക്കുന്നു, തിരികെ കൊണ്ടുവരുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടത്തുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് റഷ്യ ലേക്ക് എന്നൊരു പട്ടിയെ റോക്കറ്റിനകത്ത് വിട്ട് ശൂന്യാകാശത്ത് അയച്ചു. ആ പട്ടി തിരികെ വന്നപ്പോഴേക്കും ചത്തുപോയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആംസ്ട്രോങ്ങിനെ നമ്മളറിഞ്ഞു, വാലന്റിനെ അറിഞ്ഞു. അങ്ങനെ പ്രമുഖരായ ഒരുപാട് പേര് അന്തരീക്ഷം നമ്മുടെ നമ്മുടെ ഈ പഠനത്തിന് പോയിട്ട് തിരികെ വന്നവരെല്ലാവരെയും നമ്മൾ തിരിച്ചറിഞ്ഞു. ഇവരെല്ലാം ലോക പ്രശസ്തരായി. ഈ നേരത്തെ ഞാനീ പറഞ്ഞ ഈ പട്ടി, അന്ന് ഫസ്റ്റിലെ ചാൻസ് പട്ടിക്ക് കിട്ടിയതുകൊണ്ട് ആ പട്ടിയും വളരെ ലോക പ്രശസ്തനായി. പത്രങ്ങളിലെല്ലാം ഭയങ്കരപ്പെട്ട വാർത്തയായിട്ട് വന്നു. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിക്കണം. ഒരു കാര്യമില്ലാത്ത ആ പട്ടി ലോക പ്രശസ്തനായി. പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരെല്ലാവരെയും റോക്കറ്റിനകത്ത് കയറ്റി വെച്ച് പൊട്ടിച്ചു വിട്ട് ചന്ദ്രനിലും അങ്ങുമൊക്കെ ചൊവ്വയിലുമൊക്കെ ഇറക്കി തിരികെ കൊണ്ടുവന്ന കുറേ ശാസ്ത്രജ്ഞന്മാരുണ്ട്. നമുക്ക് ഈ പട്ടിയുടെ പേരെല്ലാം രോഗപ്രശ്നമായപ്പോഴേക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ആ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളിൻ്റെയെങ്കിലും പേര് പറയാൻ? അന്തരീക്ഷത്തിൽ പിടിച്ച് കെട്ടി അങ്ങോട്ട് വിട്ട ആ പട്ടി ലോകപ്രശസ്തനായി. പക്ഷേ അത് കണ്ടുപിടിച്ച് അതിനെ കൊണ്ട് അന്തരീക്ഷത്തിൽ കൊണ്ടുപോയിട്ട് തിരികെ ഇവിടെ കൊണ്ടുവന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഒരു ശാസ്ത്രജ്ഞന്മാരെ നമുക്കറിയില്ല, ഒരു സാഹിത്യകാർക്ക് നമുക്കറിയില്ല. പക്ഷേ അതങ്ങനെ പബ്ലിഷ് ചെയ്യാറുമില്ല. പക്ഷേ എങ്കിലും പോലും നമ്മൾ അവരെയൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന വലിയ വലിയ പുസ്തകങ്ങളും വലിയ വലിയ സാഹിത്യങ്ങളും വലിയ വലിയ കവിതകളും ഒക്കെ എഴുതുന്ന പലരെയും നമ്മളിപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ തിരിച്ചറിയാനുള്ളൊരു വേദി കൂടിയായി ഈ വേദി മാറട്ടെ, അല്ലെങ്കിൽ മാറണം. ഈ പി കൃഷ്ണപിള്ള സ്മാരകത്തിനകത്ത് തന്നെ ഞാൻ ഒരുപാട് പ്രോഗ്രാമത്തിന് വന്നിട്ടുണ്ട്. പല പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല പല പ്രോഗ്രാമത്തിനും വന്നിട്ടുണ്ട്, പല പല സംഭാഷണങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ഈ സൈഡിലെല്ലാം കാണുന്ന ഫോട്ടോകൾ വളരെ സശ്രദ്ധം സൂക്ഷിച്ച് നോക്കാറുണ്ടായിരുന്നു. പരിചയമുള്ളവരുണ്ട്, ഒന്ന് രണ്ട് പേര് പരിചയമില്ലാത്തവരുണ്ട്. ഈ പരിചയമുള്ളവരുടെ തന്നെ കൈപ്പടകൾ വീണ എത്രയെത്ര പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ പാഠ്യവിഷയങ്ങളിൽ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത്തരത്തിൽ വീണ്ടും ഒരു കാലം, ഒരു വസന്തകാലം വരുമ്പോഴേക്കും നമ്മുടെ ഇവിടെ ഈ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ വേദിയിലും മറ്റെല്ലാവരും ഇരിക്കുന്ന ഈ സാഹിത്യകാരന്മാരെ അല്ലെങ്കിൽ ഈ കവികളുടെയൊക്കെ കവിതകളും സാഹിത്യങ്ങളും പുസ്തകങ്ങളും അവരുടെ മറ്റ് അനുബന്ധ പ്രസിദ്ധീകരണങ്ങളും എല്ലാം
നമുക്കൊരു പാഠ്യവിഷയമായി തീരാൻ വേണ്ടിയിട്ട് ഞാനടക്കം അല്ലെങ്കിൽ നമ്മളെല്ലാവരും അടക്കം സശ്രദ്ധം ശ്രമിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തത് ആശംസ അറിയിക്കുന്നത് ഗോപകുമാർ. ഇദ്ദേഹം ആണ് പി ഗോവിന്ദപിള്ള ഫൗണ്ടേഷൻ്റെ പ്രസിഡൻറ്റ്. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ സാദര നമസ്കാരം. നമുക്കെന്നറിയാം, നമ്മുടെ ഇവിടെ നിറഞ്ഞിരിക്കുന്ന ഈ വ്യക്തികൾ അക്ഷരത്തെ ഉപാസിച്ചിരിക്കുന്ന വ്യക്തികളാണ്. നമുക്കിന്ന് അവാർഡ് കിട്ടിയ എല്ലാ വ്യക്തികളും ഇത് നമ്മുടെ ഈ ഹാളിൽ നമുക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ ഹാള്, അതിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തിത്വം, അതുപോലെ തന്നെ നമുക്കിന്ന് അവാർഡ് കിട്ടിയ വ്യക്തിത്വങ്ങളും എങ്ങനെ എല്ലാവരും അക്ഷരത്തെ ഉപാസിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. നമ്മുടെ ലക്ഷ്യം തന്നെ എന്താണ്? നമ്മുടെ ഗോവിന്ദപിള്ള ഫൗണ്ടേഷൻ്റെ ലക്ഷ്യം തന്നെ സംസ്കാരത്തെ സമ്പുഷ്ടീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നമ്മുടെ ഈ ഫൗണ്ടേഷൻ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ധ്യേയവാക്യം ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് അക്ഷരം ബ്രഹ്മപരമം എന്നുള്ളതാണ്. നമ്മുടെ ധ്യേയവാക്യം നമ്മുടെ സംസ്കാരത്തെ സമ്പുഷ്ടീകരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ധ്യേയവാക്യമാണ് നമ്മൾ സ്വീകരിച്ചത്. എന്താണ്? അക്ഷരം പരമം ബ്രഹ്മ, അല്ലെങ്കിൽ അക്ഷരം ബ്രഹ്മപരമം എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അക്ഷരമാണ് പരമമായ ബ്രഹ്മം. എന്താണ് അക്ഷരം? നക്ഷരം അക്ഷരം എന്നാണ്. നശിക്കാത്തത് എന്താണോ അതാണ് അക്ഷരം എന്നുള്ളത് നമ്മുടെ ഉപാസകന്മാർക്ക് എല്ലാവർക്കും അറിയാം. നശിക്കാത്തതാണ് അക്ഷരം. എങ്ങനെ നമുക്കത് പറയാൻ കഴിയുന്നത്? നശിക്കാത്തതാണ് അക്ഷരം എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പം അതിഗഹനമാണ്. ജനിച്ച എല്ലാത്തിനും മരണമുണ്ട്, അക്ഷരത്തിന് മരണമില്ല. അതുപോലെ തന്നെ നാദബ്രഹ്മം, എല്ലാം ബ്രഹ്മം എന്നുള്ള ഒരു സങ്കല്പമാണ് ഭാരതത്തിൻ്റേത്. നമ്മുടെ നാദം ബ്രഹ്മമായി നമ്മൾ കരുതുന്നു. അതുപോലെ തന്നെയാണ് അക്ഷരം. അപ്പോൾ നമ്മുടെ അക്ഷരങ്ങൾ എന്തൊക്കെയാണ്? ഭാരതീയമായ എല്ലാ അക്ഷരങ്ങളും, ഭാരതീയമായ നമ്മുടെ എല്ലാ ഭാഷ എവിടുന്നാണ് വരുന്നത്? ഭാഷ വരുന്നത് ഒരു സംസ്കാരത്തിൽ നിന്നാണ് ഭാഷ ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ 20-ൽ പരം ഭാഷ, 24-22 ഭാഷകളുണ്ട്. ആ ഭാഷകളെല്ലാം വ്യത്യസ്തമാണ്. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം വ്യത്യസ്തമായ സംസ്കാരമാണോ നമുക്കുള്ളത്, അതോ ഏകത്വമാണോ എന്നുള്ളത് നമുക്ക് ഈ അവസരം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏകമായ സംസ്കാരത്തിൽ നിന്നാണ് നമ്മുടെ ഭാഷകൾ ഉണ്ടായി എന്നത് നമുക്ക് 1-2 കാര്യങ്ങൾ വഴി നമുക്ക് തെളിയിക്കാൻ പറ്റും. ഈ ഭാഷകളെല്ലാം ഏക സംസ്കാരത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് നമുക്ക് 1-2 കാര്യങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവാൻ കഴിയും. എങ്ങനെയാണ്? നമ്മുടെ ഭാഷകൾ, എല്ലാ ഭാഷകളും, ഭാരതീയമായ എല്ലാ ഭാഷകളിലും അക്ഷരങ്ങൾ എന്താണ്? സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവുമാണ്, ഇല്ലേ? എല്ലാ ഭാഷകളിലും, സംസ്കൃതം മുതൽ മലയാളം വരെയുള്ള എല്ലാ ഭാഷകളുടെയും അക്ഷരങ്ങൾ എന്താണ്? സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരം. ഈ അക്ഷരം നശിക്കാത്തതെന്നാണ്, അനാദിയാണ് എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. ഈ അക്ഷരങ്ങൾ അനാദിയാണ്, എന്നെന്നും നിലനിൽക്കും എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. അപ്പോൾ ഈ ഭാഷകളിൽ നമ്മുടെ സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും അതിൻ്റെ എല്ലാത്തിലും ഒരു ഏകത്വം നമുക്ക് ദർശിക്കാൻ കഴിയും. ഈ ഭാഷകളുടെ ഒരു ഏകത്വം. എന്താണ് ആ ഏകത്വം? നമ്മുടെ ഇംഗ്ലീഷ് ഭാഷകളിൽ നമ്മൾ പൊസസീവ്നെസ് കാണിക്കുന്ന വാക്ക് ഏതാണ്? നമുക്ക് പൊസസീവ്നെസ് നമ്മൾ കാണിക്കുന്ന വാക്ക് ഐ, യു, വി, അസ് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷകളിലും മറ്റുള്ള യൂറോപ്യൻ ഭാഷകളിലും ഫസ്റ്റ് പേഴ്സൺ എന്നുള്ളത് ഐ ആണ്. അവിടെ പ്രഥമത്വം എനിക്കാണ്. ഭാരതീയമായ എല്ലാ ഭാഷകളിലും ഫസ്റ്റ് പേഴ്സൺ എന്നുള്ളതല്ല നമ്മുടെ സങ്കല്പം. പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷൻ, ഉത്തമ പുരുഷൻ എന്നുള്ള സങ്കല്പം. അപ്പം പ്രഥമ പുരുഷൻ ആരാണ്? നമ്മുടെ ഭാഷകളിൽ പ്രഥമ പുരുഷൻ താങ്കൾ, നീയാണ്. അതിൻ്റെ ഗഹനത അതിവിശാലമാണ്. ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ പ്രഥമ പുരുഷൻ നീ, മധ്യമ പുരുഷൻ നമ്മൾ. ആരാണോ മറ്റുള്ളവന് പ്രഥമത്വം കൊടുക്കുന്നത് അവൻ ഉത്തമ പുരുഷൻ എന്ന സങ്കല്പമാണ് ഭാരതത്തിൻ്റെത്. അപ്പോൾ ഈ ഭാഷകൾ, അതിൻ്റെ അർത്ഥം എന്താണ്? ഈ റിസോഴ്സസ് ഒന്നും എനിക്ക് ഭുജിക്കാനുള്ളത് അല്ല എന്നുള്ളതാണ് അതിൽ നിന്നുള്ള അർത്ഥം. നമ്മുടെ ഈ റിസോഴ്സസ് ഒന്നും എനിക്ക് ഭുജിക്കാനുള്ളതല്ല. ആ ഒരു സങ്കല്പത്തിന് മാത്രമേ ലോകത്തെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ഋഷിമാർ തന്ന ഒരു സങ്കല്പം അതാണ്. അങ്ങനെ ഒരു സങ്കല്പത്തിന് മാത്രമേ ലോകത്തെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. കാരണം എനിക്കല്ല ഫസ്റ്റ് പ്രയോറിറ്റി. ഇംഗ്ലീഷ് ഭാഷകളിലെല്ലാം ഫസ്റ്റ് പ്രയോറിറ്റി എനിക്ക് മാത്രമാണ്. മറ്റുള്ള ഭാഷകളിൽ, എല്ലാ ഭാഷകളിലും, ലോകത്തുള്ള മറ്റുള്ള ഭാഷകളിലൊക്കെ നോക്കുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ നമുക്കാണ്. പക്ഷേ നമ്മുടെ ഋഷി സങ്കല്പം അങ്ങനെയല്ല.
ഫസ്റ്റ് പേഴ്സൺ എന്താണ്? നിനക്കാണ്. അങ്ങനെ അതാണ് നമ്മുടെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഔന്നത്യം. അത് ഈ ഭാഷ എവിടുന്നാണ് ഉണ്ടായത്? ഉപനിഷത്ത് ദർശനമാണ് നമ്മുടെ ഭാഷയിൽ കൂടി തന്നിട്ടുള്ളത്. ഉപനിഷത്തിൽ, തൈത്തരീയ ഉപനിഷത്തിൽ 1-ാം ശിക്ഷാവല്ലിയിൽ 10-ാം അനുഭാഗത്തിൽ പറയും, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ, അതുപോലെ അതിഥി ദേവോ ഭവ എന്നുള്ള സങ്കല്പമുണ്ട്. മാതാവിനെ ദേവനായിട്ട് കാണണം, അല്ലെങ്കിൽ മാതാവിന് പ്രഥമ പരിഗണന നൽകണം. അച്ഛനെ ദേവനായിട്ട് കരുതണം, അച്ഛനെ പ്രഥമമായി പരിഗണിക്കണം. അതുപോലെ തന്നെ ആചാര്യന്, അതുപോലെ അതിഥി. സ്വസ്യദേവോഭവ എന്നുള്ള സങ്കല്പം നമ്മുടെ ഉപനിഷത്തിലില്ല. എന്തുകൊണ്ട്? നമ്മളെ പ്രഥമത്വം നമ്മുടെ ഒരു പരാമർശം പോലും സ്വസ്യദേവോഭവ എന്നുള്ള സങ്കല്പം ഉപനിഷത്തിലില്ല. ഈ ഉപനിഷത്ത് ക്ലാസ്സിൽ ഞാൻ എൻ്റെ ഗുരുനാഥനോട് ചോദിച്ചു, എന്തുകൊണ്ട് സ്വസ്യദേവോഭവ എന്ന് ഉപനിഷത്തിൽ പറയാത്തത് എന്തുവാന്ന് ചോദിച്ചപ്പോൾ ആചാര്യൻ പറഞ്ഞത്, മറ്റുള്ളവർ നമ്മളെ ദേവനായിട്ട് കാണുന്ന തരത്തിൽ നമ്മൾ ഉയരണം എന്നുള്ളതാണ്. എന്ത് വിശാലമായ ഒരു മറുപടിയാണ് തന്നത്. മറ്റുള്ളവർ നമ്മളെ ദേവനായിട്ട് കാണുന്ന തരത്തിൽ നമ്മൾ അത്രത്തോളം ഉയരണം എന്നുള്ളതാണ് ഭാരതീയ സങ്കല്പം. അതാണ് നമ്മൾ ഇതിൽ നിന്ന് സംശീകരിക്കേണ്ടത്. ഒരു സംസ്കാരത്തിന് മാത്രമേ ലോകത്തെ ഉൾക്കൊള്ളാൻ കഴിയൂ എന്നുള്ളതാണ്. അതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കും ആധാരമായിട്ടുള്ളത്. നമുക്കറിയാം, ലോകത്തൊരു ക്രൈസിസ് വരുമ്പോഴാണ് ട്രൂ കളർ നമുക്ക് അറിയാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? യൂറോപ്പിൽ, അമേരിക്കയിൽ ഇന്ന് നമുക്ക് ഏറ്റവും വാഗ്ദത്ത ഭൂമിയായിട്ട് കാണുന്ന അമേരിക്കയാണ്. പക്ഷേ അങ്ങനെയല്ല. നാളെ ഈ ഒരു സങ്കല്പത്തിന് മാത്രമേ, ഭാരതീയമായ സങ്കല്പത്തിന് മാത്രമേ ലോകത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ. നാളത്തെ യുഗം ഭാരതത്തിൻ്റെ യുഗം തന്നെയാണ്. കാരണം എന്താണ്? ഈ സങ്കല്പമാണ്. നമ്മുടെ കുടുംബസങ്കല്പവും ഇത് തന്നെയാണ്. എന്താണ്? എല്ലാം എനിക്കുള്ളതല്ല, മറ്റുള്ളവന് വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് നമ്മുടെ കുടുംബസങ്കല്പത്തിലുള്ളത്. ഈ കുടുംബസങ്കല്പം എവിടുന്നാണ് വന്നത്? അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ രാമായണം മഹാഭാരതത്തിൽ നിന്നുള്ള അല്ലേ? എങ്ങനെയാണ് നമ്മുടെ കുടുംബം നിലനിൽക്കുന്നത്? ഒരൊറ്റ സങ്കല്പത്തിലാണ് കുടുംബം നിലനിൽക്കുന്നത്. രാമായണത്തിലും മഹാഭാരതത്തിലും ഉള്ള ഒരു സങ്കല്പം എന്താണ്? പാതിവൃത്യം. പാതിവൃത്യം ഇല്ല എന്നുണ്ടെങ്കിൽ കുടുംബമില്ല. അത് എവിടുന്നാണ് വന്നത്? അത് അരക്കിട്ടുറപ്പിച്ചത് ഏതിലാണ്? രാമായണത്തിൽ കൂടിയാണ്, മഹാഭാരതത്തിൽ കൂടിയാണ്. ഇല്ലേ? മഹാഭാരതത്തിലെ സത്യവാൻ സാവിത്രി കഥകൾ, നളദമയന്തി കഥകൾ, എന്തിനു വേണ്ടിയ കഥകൾ വന്നിരിക്കുന്നു? മഹാഭാരതത്തിൽ തന്നെ 1500 അല്ലെങ്കിൽ 1500-ലധികം ഉപകഥകളുണ്ട്. ആ കഥകളൊക്കെ എന്തിനാണ്? ആ കഥകളൊക്കെ സോഴ്സസ് ഓഫ് നോളജാണ്, വിസ്ഡം തരുന്നതാണ്. അതുപോലെ തന്നെ ഓരോ നമ്മുടെ ഈ കലകളുടെ പ്രഭവ കേന്ദ്രം തന്നെയാണ് മഹാഭാരതം. മനസ്സിലായില്ലേ? വ്യാസൻ വെറുതെ എഴുതിയതല്ല. എല്ലാ കലകളുടെയും പ്രഭവം കേന്ദ്രം ആ ഒരു മഹാഭാരതം വെച്ച് എന്തുമാത്രം രചനകൾ ഇന്നും നിലനിൽക്കുന്നു. ഒരൊറ്റ സൃഷ്ടിയിൽ നിന്നാണ് എന്തുമാത്രം സൃഷ്ടികൾ ഇന്നും അനർഘളം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ സംസ്കാരത്തിൻ്റെ ആണിക്കല്ലുകൾ തന്നെയാണ് മഹാഭാരതവും രാമായണവും. ഇത് നമ്മൾ പറയുന്നത് അതാണ് നമുക്ക് സംരക്ഷിക്കേണ്ടത്, നമ്മുടെ ഈ സംസ്കാരം സംരക്ഷിക്കേണ്ടത്. കാരണം ലോകത്ത് നമ്മളെ ഈ കുടുംബസങ്കല്പത്തിൽ കൂടി എന്തൊക്കെയാണ് നമുക്ക് ഉള്ളത്? സ്ത്രീ സുരക്ഷ, മറ്റുള്ള ഗുരുജനങ്ങളുടെ പിതൃജനങ്ങളുടെ സുരക്ഷ എല്ലാം നമുക്ക് കുടുംബസങ്കല്പത്തിൽ കൂടവേ ഉള്ളൂ. സോഷ്യൽ സെക്യൂരിറ്റി വേറെ ആവശ്യമില്ല നമുക്ക്. അതാണ് നമ്മുടെ ഈ കുടുംബസങ്കല്പത്തിൻ്റെ മഹത്വം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇന്നിവിടെ നമ്മുടെ ബി ഗോവിന്ദപിള്ള ഫൗണ്ടേഷൻ്റെ അവാർഡ് ജേതാക്കൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. रे
ദിം കിണ്ണ തും ജം തജ്ജീം കിട്ട ഹത്ത ജം തരിത ജക്ക തരി തൈ ത തദിം കിണ്ണ തും ജം തജ്ജീം കിട്ട ഹത്ത ജം തരിത ജക്ക തരി തൈ ത തദിം കിണ്ണ തും ജം തജീം കിട്ട ഹത്ത ജം തരിത ജക്ക തരി തൈ ത തദിം കിണ്ണ തും ജം തജീം കിട്ട ഹത്ത ജം തരിത ജക്ക തരി തൈ ത തദിം കിണ്ണ തും ജം തജീം കിട്ട തജ്ജം തരിത ജം തജീം കിട്ട തക ജം തരിത ജീം കിട്ട തജ്ജം തരിത ജീം കിട്ട തക ജം തരിത ജീം കിട്ട തരിത ദണ്ണ ജീം കിട്ട കിട്ട തക ദ ദിം കിണ്ണത്തും കിടതകടതും കിടതക ജീം കിട്ട കിട്ട തക ദ ദിം കിണ്ണത്തും കിടതകടതും കിടതക ജീം കിട്ട കിട്ട തക ദ ദിം കിണ്ണത്തും കിടതകടതും 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 സ്വാമിയേ ധനത്ത ജൊണുത്ത ധിമി തരി ധന ജൊണു ധിമിതാം തരിത്ത ധനതാം ധനത്ത ജൊണുതാം ജൊണുത്ത ധിമി തരി ധന ജൊണു ധിമിതാം തരിത്ത ധന തരിത്താം താം ധനത്ത ജൊണു ജൊണുത്താം താം തരിത്ത ധന തരിത്താം താം ധനത്ത ജൊണു ജൊണുത്താം താം തരിത്തതാം ധനതതാം ജൊണുതതാം ധിമിത തരി ധന ജൊണു ധിമിതാം തരിത്തതാം ധനതതാം ജൊണുതതാം ധിമിത തരി ധന ജൊണു ധിമിതാം തദി തതും തനം തക്കടതകടകടതും തക്കടതകടകടതും തക്ക ദിക്കു കടതകടകടതും താം തദി തതും തനം തക്കടതകടകടതും തക്കടതകടകടതും തക്ക ദിക്കു കടതകടകടതും താം തദി തതും തനം തക്കടതകടകടതും തക്കടതകടകടതും തക്ക ദിക്കു കടതകടകടതും
கொண்டு மையல் நீருதே சங்கராபரணனே சதா நினைவு கொண்டு மையல் நீருதே சங்கராபரணனே சதா நினைவு கொண்டு மையல் நீருதே சங்கராபரணனே சதா நினைவு கொண்டு மையல் நீருதே பாமரி கமரி சரி சப பவதனி சாரங்கநாதன் போற்றும் மன்னவனே சதா நினைவு கொண்டு மையல் நீருதே சங்கராபரணனே சதா நினைவு கொண்டு மையல் நீருதே దని పగమ సరి గమ పడి ని సరి 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 పగమ గమ దని తేడి తేడి కొడుకానడగే కోడి మరుమదల్ కోదరి రానడి సదా నిனைவு கொண்டல் மையல் நீருதே சங்கராபரணனே சதா நினைவு கொண்டு மையல் நீருதே சங்கராபரணனே ആടുവാൻ നിളയിൽ നീരാടുവാൻ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. Thank you for inviting me for this prestigious event. ഞാൻ മലയാളത്തിൽ അത്ര സ്ഫുടതയില്ല, പാടാൻ മാത്രമേ മലയാളത്തിൽ പാടാറുള്ളൂ. താങ്ക് യു.